ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന വെനസ്ഡേ ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണ്. ആരോടും സംസാരിക്കില്ല, അടുക്കില്ല, അങ്ങനത്തെ ഒരു പ്രകൃതം. അതൊക്കെ കൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇവളെ ഭയങ്കര പേടിയാണ്. ഇവളുടെ ഷെൽഫിന് പുറത്തായിട്ട് വട്ടി കേസ് എന്നൊക്കെ കുട്ടികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവളുടെ അനിയനെ അടച്ചു വെച്ചിരിക്കുന്നു. ഇവൾക്കൊരു പ്രത്യേക എബിലിറ്റി ഉണ്ട്, സൈക്കിക് എബിലിറ്റി എന്നാണ് പരാമർശിക്കുന്നത്. ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വരാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ കാര്യം അവൾക്ക് കാണാൻ സാധിക്കും. അനിയനെ ഇങ്ങനെ ആക്കിയിട്ട പയ്യന്മാരുള്ള പൂളിലേക്ക് പോയ വെനസ്ഡേ അവരിലേക്ക് 2 കവർ പിരാന മത്സ്യങ്ങളെ അഴിച്ചുവിടുകയാണ്. പിന്നെ ആ പയ്യന്മാരുടെ കഥ പറയണ്ടല്ലോ, അവരുടെ കാര്യം തദൈവ. ഇവിടെയാണ് ഇതിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് വെനസ്ഡേ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ വെനസ്ഡേയെ കുറിച്ച് ചെറുതല്ലാത്ത ഒരു വിവരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു പിരാന മത്സ്യങ്ങളുടെ അറ്റാക്ക് കാരണം 2 പയ്യന്മാര് മരിച്ചു. അത് പോലീസ് കേസായി. അതുകൊണ്ട് തന്നെ വെനസ്ഡേയെ അവളുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള ഗോമസ് ആഡംസും മോർട്ടീഷ്യ ആഡംസും നെവർമോർ എന്ന ഒരു സ്കൂളിലേക്ക് ചേർക്കാനായി കൊണ്ടുപോവുകയാണ്. ഇവര് പഠിച്ചിരുന്ന സ്കൂളായിരുന്നു അത്. പിന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്കും അവള് മുന്നേ പഠിച്ചിരുന്ന സ്കൂളിൽ പഠിപ്പിക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവളൊരു പ്രത്യേക ടൈപ്പാണ്. അത്തരത്തിലുള്ള കുട്ടികളുള്ള സ്ഥലമാണ് ഈ നെവർമോർ. നമ്മളിപ്പോ ഹാരി പോട്ടർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവര് മാജിക് ഒക്കെ പഠിക്കാൻ പോകുന്ന ഒരു സ്ഥലമില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ് നെവർമോർ. ഇവർ അങ്ങോട്ട് പോകുന്ന സമയത്ത് നെവർമോറിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരു പയ്യൻ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവൻ ഈ കാട്ടിനടുത്തേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോഴായിരുന്നു അവൻ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ നോക്കിയില്ല, അപ്പോഴേക്ക് ഒരു ഭീകര ജീവി വന്ന് ഈ പയ്യനെ അറ്റാക്ക് ചെയ്തു. ഇപ്പൊ വെനസ്ഡേയും കുടുംബവും കൂടിയിട്ട് നെവർമോർ എന്ന ആ സ്കൂളിലേക്ക് വന്നിരിക്കുന്നു. അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഇവിടെ വന്ന് പഠിക്കാനായിട്ട്. പക്ഷെ അച്ഛനും അമ്മയുടെയും പോലെ ആകൂ എന്നുള്ള പേടിയായിരുന്നു അവൾ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടാത്തതിന്റെ കാരണം. ഇവിടുത്തെ പ്രിൻസിപ്പൽ വീംസ് ആണെങ്കിൽ മോർട്ടീഷ്യയുടെ പഴയകാല സുഹൃത്തായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛൻ. കാരണം ഇവൾക്കൊരു പോലീസ് കേസ് ഉള്ളത് കൊണ്ട് തെറാപ്പിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറയുമ്പോൾ ഈ പ്രിൻസിപ്പൽ ജെറീക്കോ എന്ന് പറയുന്ന തെറാപ്പിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവളുടെ അമ്മ യൂസ് ചെയ്തിരുന്ന ഒഫീലിയ ഹാൾ എന്ന മുറി തന്നെയാണ് ഇവൾക്കും റൂമായി കൊടുത്തിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു റൂംമേറ്റ് ആയിരുന്നു എനിഡ്. അങ്ങനെ പ്രിൻസിപ്പൽ എനിഡിനോട് ഇവളെ സ്കൂളൊക്കെ കൊണ്ടുപോയി കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ വെനസ്ഡേക്ക് അമ്മ ഇവിടെ എന്തൊക്കെയോ വലിയ ആളായിരുന്നു എന്നുള്ള തോന്നൽ വരുന്നുണ്ട്. എനിഡ് അങ്ങനെ ഇവിടെയുള്ള മെയിൻ 4 ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. ഫാങ്സ് എന്ന് പറയുന്ന വാമ്പയർ ഗ്രൂപ്പ്, ഫൾസ് എന്ന് പറയുന്ന വെയർവോൾഫ് ഗ്രൂപ്പ്, സ്റ്റോൺസ് എന്ന് പറയുന്ന ജീവനുള്ളവയെ സ്റ്റോൺസ് ആക്കാൻ കഴിയുന്ന ഗ്രൂപ്പ്, പിന്നെ സ്കെയിൽസ് എന്ന് പറയുന്ന മെർമെയ്ഡ് ടൈപ്പ് ഗ്രൂപ്പ്. അങ്ങനെ ഈ മെർമെയ്ഡ് ടൈപ്പ് ഗ്രൂപ്പിലുള്ള, അതായത് സ്കെയിൽസ് ഉള്ള ബിയാൻസ് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പെണ്ണൊരു മെയിൻ ക്യാരക്ടറാണ്. അവൾക്ക് ഇഷ്ടമായിരുന്നു സേവിയർ എന്ന പയ്യനെ, പക്ഷെ അവര് ബ്രേക്കപ്പ് ആയെന്നൊക്കെ പറയുകയാണ്. നമ്മുടെ വെനസ്ഡേയെ കുറിച്ച് കുറെയൊക്കെ കാര്യങ്ങൾ ഇവിടെയൊക്കെ ഫ്ലാഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിഡിനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉള്ള ആളായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും വെനസ്ഡേ ഇവിടെ നിർത്തി പോകുവാണ്. അനിയനെ പിരിയുന്നതിൽ വെനസ്ഡേക്ക് നല്ല വിഷമമുണ്ട്. അമ്മ വന്നിട്ട് അവളോട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാമെന്നും പറഞ്ഞിട്ട് ഒരു നെക്ലേസ് ഒക്കെ കൊടുക്കുക. ഞാൻ അതിന് അധിക നാളൊന്നും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എന്ന് അമ്മയോട് വെനസ്ഡേ പറയുകയാണ്. പക്ഷേ നിനക്ക് ഈ സ്കൂൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ ഇവിടെ വിട്ട് പോരില്ല എന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും നല്ലതായിരിക്കും, നിനക്ക് ഇവിടെ ഇഷ്ടപ്പെടൂ എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും അവിടെ നിന്ന് പോകുന്നു. അവളെ സ്പൈ ചെയ്യാനായിട്ട് അച്ഛൻ ഒരു കൈപ്പത്തി അവിടെ ഉപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ആ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിയ പോലീസുകാർക്കാണെങ്കിൽ നെവർമോറിലെ ആൾക്കാരുടെ കാരണം കൊണ്ടാണോ ഇത്തരത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഇവിടെ സിമിലർ ആയി നടക്കുന്നു എന്ന് തോന്നുന്നത്. പക്ഷെ തെളിവില്ലാത്തത് കൊണ്ട് കരടി ആക്രമണം മൂലമാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് അവരിപ്പോ എഴുതി ചേർക്കുകയാണ്. വെനസ്ഡേ ആണെങ്കിൽ അവരുടെ മുറി 2 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഈ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമേ അല്ല. അതവള് എന്നിഡിനോട് പറയുമ്പോ എന്നിടാണെങ്കിൽ നീ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുവാണ്. നമ്മുടെ വെനസ്ഡേയുടെ ചരിത്രത്തിൽ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ അവൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ റൂം മദർ എന്ന് പറയുന്ന ആയ ടൈപ്പ് ഒരാൾ വന്നിട്ട്, മിസ് തോൺ എന്നാണ് അവരുടെ പേര്, അവര് നമ്മുടെ വെനസ്ഡേക്ക് ഒരു ബ്ലാക്ക് ഡാലിയ സമ്മാനമായി കൊടുത്തിട്ട് നിങ്ങളുടെ പവേഴ്സ് ഒന്നും റൂമിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പിറ്റേ ദിവസം സോർട്ട് ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വെനസ്ഡേ പോവുകയാണ്. ബിയാങ്ക റോവൻ എന്ന പയ്യനെ തോൽപ്പിച്ച് ഇനി ആരുണ്ട് എന്നെ തോൽപ്പിക്കാനെന്ന് ചോദിക്കുമ്പോൾ വെനസ്ഡേ പോയിട്ട് ആ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ നമ്മുടെ വെനസ്ഡേ ജയിച്ചു. 2ാമത്തെ റൗണ്ടിൽ ബിയാങ്ക ജയിച്ചു. 3ാമത്തെ റൗണ്ട് എത്തിയപ്പോൾ വെനസ്ഡേ പറഞ്ഞു ഇനി മാസ്ക് ഊരിവെച്ച് ആരുടെ ദേഹത്ത് നിന്നാണോ ആദ്യം രക്തം വരുന്നത് അവരെ തോൽക്കൂ എന്ന് പറയുകയാണ്. ആ ചലഞ്ച് ഇപ്പൊ ബിയാങ്ക പറഞ്ഞു എനിക്കും ഇഷ്ടപ്പെട്ടു എന്ന്. പിന്നീട് നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അവസാനം നമ്മുടെ വെനസ്ഡേ തോറ്റുപോകുവാണ്. അവളുടെ നെറ്റിയിൽ ഒരു മുറിവായി. ഈ മുറിവ് കെട്ടുന്ന സമയം റോവൻ അവളോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ വെനസ്ഡേ ഒന്നും പറയാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഗാർഗോയിൽ എന്ന് പറയും, അതായത് പ്രതിമകൾ, അത്തരത്തിലെ ഒരു പ്രതിമ ഇവളുടെ ദേഹത്തേക്ക് വീഴാൻ പോയപ്പോഴേക്ക് സേവിയർ എന്ന ആ ബിയാങ്കയുടെ എക്സ് ലവർ വന്ന് ഇവളെ രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു കുഞ്ഞായിരിക്കുമ്പോൾ നീ എന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ
മുത്തശ്ശിയുടെ ഫ്യൂണറൽ ചടങ്ങിന് ഞാൻ ആ പെട്ടിയിൽ അകപ്പെട്ടു പോയി, അന്ന് നീയാണ് എന്നെ രക്ഷിച്ചത്, ഇപ്പൊ അതിന് പകരമായിട്ട് ഞാൻ നിന്നെ രക്ഷിച്ചു എന്ന് നമ്മുടെ സേവിയർ ഇപ്പൊ നമ്മുടെ വെനസ്ഡേയോട് പറഞ്ഞിരിക്കുവാണ്. നമ്മുടെ വെനസ്ഡേ നോവൽസ് ഒക്കെ എഴുതാറുണ്ടായിരുന്നു. അവൾ അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൈപ്പത്തി അവളെ സ്പൈ ചെയ്യുന്നത് അവൾ കണ്ടുപിടിക്കുന്നത്. അച്ഛന്റെയും അമ്മയുടെയും ഉദ്ദേശമാണിതെന്ന് അവൾക്ക് മനസ്സിലായി. ഒന്നെങ്കിൽ നിന്നെ ഞാൻ ഈ വാർഡോബിൽ അടച്ചിടും, അല്ലെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ കൈപ്പത്തി വെനസ്ഡേയുടെ കൂടെ നിൽക്കാനായിട്ട് സമ്മതം അറിയിക്കുകയാണ്. അവൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ടുള്ള നല്ലൊരു അവസരം വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവളെയും കൊണ്ട് പ്രിൻസിപ്പൽ ഇപ്പോ തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ചാടുമെന്ന് പ്രിൻസിപ്പലിന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് അവളെ അവര് തനിച്ചയച്ചു. അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ജെറീക്കോ എന്ന ഈ തെറാപ്പിസ്റ്റ് അവളുടെ നോവലിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അത് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തില്ലേ എന്നൊക്കെ. ഓ, ഞാൻ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തല്ലോ, പക്ഷെ എഡിറ്റർ ഇതിൽ ഒരുപാട് ക്രൈംസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് റിജക്ട് ചെയ്തു. അപ്പൊ ഞാൻ അവർക്ക് ഒരു സമ്മാനം അയച്ചു, കുറെ എലിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ വെനസ്ഡേ എനിക്ക് വാഷ്റൂമിൽ പോണോ എന്ന് പറഞ്ഞപ്പോ നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് നോക്കണ്ട എന്ന് ജെറീക്കോ പറയുന്നുണ്ട്. എന്നിട്ട് അവളെ വാഷ്റൂമിലേക്ക് അയച്ചു. അവിടെ നിന്ന് ഒരു ജനൽ ഇളക്കി മാറ്റിയിട്ട് നമ്മുടെ വെനസ്ഡേ താഴെ നിന്നിരുന്ന പ്രിൻസിപ്പലിനെ കൂടി നോക്കിയെടുത്ത് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരാളെ പോയി തട്ടുന്നുണ്ട്. പക്ഷെ അയാൾക്കൊരു അപകടം പറ്റുന്ന പോലുള്ള വിഷൻ നമ്മുടെ വെനസ്ഡേക്ക് വരുന്നുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത റെസ്റ്റോറന്റിൽ കയറിയ അവള് അവിടെ കോഫി ഉണ്ടാക്കിയിരിക്കുന്ന പയ്യനായ ടൈലറിനടുത്ത് പോയിട്ട് നിങ്ങളുടെ കോഫി മെഷീൻ കേടാണ്, ഇത് ഞാൻ ശരിയാക്കി തരാം, പകരം എന്നെ ട്രെയിൻ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാർ എടുത്ത് രക്ഷപ്പെടാനോ അനുവദിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ടൈലർ അങ്ങനെ ഓക്കെ പറഞ്ഞു. വെനസ്ഡേ ആ കോഫി മെഷീൻ ശരിയാക്കിയപ്പോൾ അവൻ പറഞ്ഞു, നീ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേ, എനിക്ക് കുറച്ച് പണി കൂടിയുണ്ട്. അങ്ങനെ നമ്മുടെ വെനസ്ഡേ അത് ഓക്കെ പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ ജെറീക്കോ പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ അവളെ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വെനസ്ഡേയുടെ അടുത്ത് വന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് പിള്ളേരെ നീ നെവർമോറിലെ പ്രാന്തത്തിയല്ലേ, നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്ക് അവളുടെ മുത്തശ്ശൻ പഠിപ്പിച്ചു കൊടുത്ത കുംഫു ടെക്നിക്ക് അറിയാവുന്നത് കൊണ്ട് ആ പയ്യന്മാരെ ഇവൾ അടിച്ചിട്ടു. അപ്പോഴേക്ക് ടൈലറിന്റെ അച്ഛനായിരുന്ന ഈ പോലീസുകാരൻ ഇവിടേക്ക് വരികയാണ്. അപ്പോഴാണ് ഗോമസ് ആഡംസിന്റെ മകളാണ് വെനസ്ഡേ എന്ന് മനസ്സിലാവുന്നത്. പുള്ളിക്കാരൻ എന്തോ വലിയ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന മട്ടിൽ ആ പോലീസുകാരൻ സംസാരിച്ചു. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ട്രക്ക് ഡ്രൈവറുടെ അപകടം നമ്മുടെ വെനസ്ഡേ കാണാതെ തന്നെ പറയുന്നുണ്ട്. അന്ന് വൈകുന്നേരം ഇവിടെ ഇരുന്നിട്ട് വയലിൻ വായിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മുടെ റോവൻ ആണെങ്കിൽ ഒരു പുസ്തകം കാണുന്നുണ്ടായിരുന്നു. ഗോമസ് ആഡംസിന്റെ കേസിന്റെ കാര്യം നമ്മുടെ ടൈലർ ഇവൾക്ക് വേണ്ടി എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളുടെ ഈ ഒരു വയലിൻ വായന എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ നോട്ട് കൂടി വായിച്ചു കഴിഞ്ഞാൽ വെനസ്ഡേയുടെ അരികിലേക്ക് നമ്മുടെ എനിഡ് വരികയാണ്. അവൾക്ക് ഇവള് വായിക്കുന്നത് കേട്ടപ്പോ സങ്കടം വന്നു എന്ന് പറയുന്നുണ്ട്. ഇവളും വോൾഫ് കുടുംബത്തിൽ പെട്ടതാണെങ്കിലും അവൾക്ക് ഈ നഖം പുറത്തോട്ട് വരും, അല്ലാതെ ഓരിയിടാനൊന്നും അറിയില്ല. അത് അവളുടെ ഫാമിലിയിൽ നിന്ന് അവൾ പുറത്തായതുപോലെയാണെന്നൊക്കെ നമ്മുടെ എനിഡ് പറഞ്ഞിട്ട് നീയൊന്നും ജീവിതത്തിൽ കരഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വെനസ്ഡേ കരഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവൾക്ക് 6 വയസ്സായിരുന്ന സമയത്ത് അവളുടെ പെറ്റായിരുന്ന ഒരു തേളിനെ കുറെ പയ്യന്മാര് ചേർന്ന് കൊന്നുകളഞ്ഞു. അതോർത്തിട്ടായിരുന്നു അവൾ കരഞ്ഞിരുന്നത്. പിന്നെ കണ്ണുനീര് കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് വെനസ്ഡേക്ക് മനസ്സിലായെന്ന് പറയുന്നു. ഈ സമയത്ത് വെനസ്ഡേ അവളുടെ കൈപ്പത്തിയെ നമ്മുടെ ടൈലറിനടുത്തേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ കയ്യിൽ ഇവളെ വിളിക്കാനുള്ള നമ്പറും അയച്ചിട്ടുണ്ടായിരുന്നു. ഈ കോൾ ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് എനിടാണ്. അങ്ങനെ ടൈലറിനോട് നീ അന്ന് പറഞ്ഞ ഓഫർ എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവൻ ഓക്കെ പറയുവാണ്. അടുത്തൊരു ഫെസ്റ്റീവ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇവർ പോകുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. എന്നിട്ടിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇവള് നിൽക്കുമ്പോൾ പ്രിൻസിപ്പൽ ഇവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. പ്രിൻസിപ്പലിന്റെ ശ്രദ്ധ തിരിച്ചിട്ട് വേണം വെനസ്ഡേക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അങ്ങനെ ഒരു വലിയ ടോയിനെ ഇവള് കളിച്ചു മേടിച്ച് അത് പ്രിൻസിപ്പലിന്റെ അരികിലേക്ക് കൊണ്ടു ചെല്ലാനായിട്ട് ആ കടക്കാരനോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ ഒരു തക്കത്തിന് നമ്മുടെ വെനസ്ഡേ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ടൈലറിനോടൊപ്പം ഓടുന്ന സമയത്ത് ടൈലർ അവന്റെ അച്ഛന്റെ അടുത്ത് നിന്നെടുത്ത ഇവളുടെ അച്ഛന്റെ കേസിന്റെ ഫയൽ നമ്മുടെ വെനസ്ഡേയുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴാണ് അന്ന് അടിയുണ്ടാക്കിയ ആ പയ്യന്മാര് വരുന്നത്. അതിനെ കണ്ട് പേടിച്ചോടുന്നവര് നേരെ റോവനെ പോയി മുട്ടുകയാണ്. റോവനെ ടച്ച് ചെയ്തപ്പോൾ റോവൻ ഒരു അപകടം വരുന്നത് പോലെ വെനസ്ഡേക്ക് തോന്നുകയും അവന്റെ പിന്നാലെ അവള് പോവുകയും ചെയ്തു. പക്ഷെ റോവൻ പറയുന്നത് എനിക്കല്ല നിനക്കാണ് അപകടം വരാൻ പോകുന്നതെന്ന്. എന്നിട്ട് അവന്റെ പവർ ഉപയോഗിച്ച് ഇവളെ ഒരു മരത്തിന്റെ മുകളിൽ കയറ്റി പിടിച്ചു. എന്നിട്ട് അവൻ നേരത്തെ ഒരു പുസ്തകം എടുത്തിരുന്നല്ലോ. ഇവന്റെ അമ്മയ്ക്കും ഭാവി കാണാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഇവന്റെ അമ്മ വരച്ചു വെച്ചത് ഇവളുടെ പടമാണെന്നും പറഞ്ഞിട്ട് ഇവളെ ഈ സ്കൂളിലെ പിള്ളേരെ മുഴുവൻ കൊന്നുകളയുമെന്നും പറഞ്ഞിരിക്കുവാണ്. പെട്ടെന്നായിരുന്നു ആ അജ്ഞാത ജീവി വന്ന് നമ്മുടെ റോവനെയും കൊന്നുകളയുന്നത്. വെനസ്ഡേയുടെ മുന്നിൽ വെച്ച് നമ്മുടെ റോവൻ മരിച്ചുപോയി. പക്ഷെ അവൾക്ക് ആ ജീവി എന്താണെന്നോ അവൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ജീവി സഹായിച്ചതെന്നോ മനസ്സിലായില്ല. അത് കാട്ടിലേക്ക് തന്നെ ഓടിപ്പോയി. ഇവൻ പറഞ്ഞ കഥയും അതുപോലെ ആ ചിത്രവും എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാതെ തിരിച്ച് അവളുടെ റൂമിലേക്ക് വന്നു. അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്
നിങ്ങൾ പറഞ്ഞത് ശരിയാ, നെവർ മോറിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാനിനി ഇവിടെ നിന്ന് എവിടേക്കും പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇവളുടെ അച്ഛന്റെ പിന്നിലുള്ള ആ കേസ് എന്താണ്, അമ്മയുടെ രഹസ്യം എന്താണ്, ആ ജീവി എന്താണ്, ഈയൊരു വിദ്യാലയത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ത്വര അവളിൽ ഉണർന്നിട്ടുണ്ടായിരുന്നു. റോവന്റെ മിസ്സിങ്ങിനെ കുറിച്ച് കാട്ടിലൊക്കെ നടന്ന് പോലീസുകാർ അന്വേഷിച്ചിട്ടും അവർക്ക് ഒരു തെളിവും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് വെനസ്ഡേയോട് ഷെറിഫ് നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാണ്. അവളൊരു ശബ്ദം കേട്ട് കാട്ടിലേക്ക് പോയപ്പോ റോവനെ ഒരു അജ്ഞാത ജീവി ആക്രമിക്കുന്നത് അവള് കണ്ടുവെന്ന് ഷെറിഫിനോട് അവൾ ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവര് തമ്മിലുണ്ടായ ഇഷ്യൂ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇത് കേട്ട പ്രിൻസിപ്പൽ ചിലപ്പോ റോവൻ ഇവിടെ നിന്ന് ഓടിപ്പോയതായിരിക്കും, അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോ അല്ല, ഇതാരോ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് ഷെറിഫിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് വെനസ്ഡേ പറഞ്ഞു. അവിടെ ഒരു ജീവിയുണ്ട്, അതാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും അറിയാലോ, നിങ്ങളത് കണ്ടുപിടിക്കണമെന്ന് ഇവള് പറയാണ്. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റോവൻ ജീവനോടെ അവിടേക്ക് വരുന്നത്. ഇവിടെയാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. നമ്മുടെ വെനസ്ഡേക്ക് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. അവള് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഇക്കാര്യം പറയുമ്പോൾ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ കഴിഞ്ഞ തവണ നീ ഇവിടെ നിന്ന് ഓടിപ്പോകാൻ നോക്കി, പക്ഷെ ഇത്തവണ നീ ഈ സെക്ഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, അത് നല്ല മാറ്റമാണെന്നാണ് പറയുന്നത്. പുറത്ത് അവളെ കാത്ത് ടൈലർ നിൽക്കുന്നുണ്ടായിരുന്നു. ടൈലറിന് വെനസ്ഡേ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസമായിരുന്നു. അങ്ങനെ വെനസ്ഡേ സ്കൂളിലോട്ട് വന്ന് എനിഡിനോട് ഇക്കാര്യം സംസാരിക്കാൻ നോക്കുമ്പോൾ എനിഡ് ഭയങ്കര ബിസി ആയിരുന്നു. കാരണം സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുവാണ്, പോക്കപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബോട്ട് റേസ് പോലുള്ള സംഗതിയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എനിഡ്. നിനക്ക് എന്തെങ്കിലും പെട്ടെന്ന് തോന്നിയതായിരിക്കാം, ഇവിടെ ഉണ്ടല്ലോ റോവൻ എന്ന് നമ്മുടെ വെനസ്ഡേയോട് എനിഡും പറയുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ വെനസ്ഡേ റോവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ അവൾക്ക് അതിൽ നിന്ന് ഒരു സിമ്പിൾ, ഒരു വാട്ടർ മാർക്ക് കിട്ടുന്നുണ്ട്. ഇവള് പോയിട്ട് പ്രിൻസിപ്പലിനോട് റോവനെ കാണണു എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി അത് പറ്റില്ല എന്നും പറഞ്ഞു. ഇവൾക്ക് സൈക്കിക് വിഷൻ ഉള്ളതുപോലെ ഇവളുടെ അമ്മയ്ക്കും അത് ഉണ്ടായിരുന്നു എന്ന് പ്രിൻസിപ്പൽ പറയാണ്. അപ്പോഴാണ് വെനസ്ഡേ ഏറെക്കുറെ അമ്മയുമായിട്ട് സിമിലർ ആണെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നത്. പക്ഷെ എന്നിട്ട് അതിനുശേഷം അവള് ബിയാങ്കയെ കാണാൻ പോകുന്നുണ്ട്. കാരണം റോവന്റെ ഈ ഒരു കേസ് അവള് പറഞ്ഞത് ബിയാങ്കയോടായിരുന്നു. പക്ഷെ ബിയാങ്കയാണെങ്കിൽ ഞാനത് വേറൊന്നും ചെയ്തിട്ടില്ല, ഞാനത് പ്രിൻസിപ്പലിനോട് പോയി പറഞ്ഞു എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ വെനസ്ഡേ നമ്മുടെ റോവന്റെ റൂംമേറ്റ് ആയിരുന്ന സേവിയറിനെ കാണാനായിട്ട് പോകുവാണ്. 2 ദിവസമായിട്ട് അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, എന്താ കാര്യമൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടൈലറും നീ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് സേവിയർ ചോദിക്കുകയാണ്. കാരണം നമ്മുടെ സേവിയറിന് വെനസ്ഡേയോട് ഒരു ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് പുറത്ത് ചാടാനുള്ള വഴി മാത്രമാണ് ടൈലർ എന്ന് വെനസ്ഡേ പറഞ്ഞു കൊടുത്തു. ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവള് ബീ കീപ്പിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. കാരണം യൂജിൻ എന്ന പയ്യനല്ലാതെ അതിന് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ആളും ബഹളവും അവൾക്ക് ഇഷ്ടമല്ലല്ലോ. വെനസ്ഡേ അങ്ങനെ തിരിച്ചു പോകാൻ നേരം റോവന്റെ അടുത്ത് പോയിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അവൻ ഇവളെ അവോയ്ഡ് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാണ്. പക്ഷെ ആ കൈയിനെ നമ്മുടെ വെനസ്ഡേ ഇവന്റെ പിന്നാലെ സ്പൈ വർക്കിനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഈ കൈ റോവന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോവൻ ആണെങ്കിൽ അവിടുത്തെ ബാത്റൂമിലോട്ട് കയറി തിരിച്ചിറങ്ങുമ്പോൾ അവൻ വേറെ രൂപത്തിലായിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. എന്നാൽ കൈപ്പത്തിക്ക് അവനെ പിന്നെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ രൂപത്തിൽ നിന്ന് മാറിയിട്ട് പ്രിൻസിപ്പലിന്റെ രൂപത്തിലേക്ക് ഇത് മാറുന്നുണ്ട്. അതായത് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് പ്രിൻസിപ്പലാണ്. അങ്ങനെ സ്പൈ വർക്ക് ഫെയിൽ ആയതിന്റെ പേരിൽ വെനസ്ഡേ കൈപ്പത്തിയെ വഴക്ക് പറയുന്നുണ്ട്. ഇപ്പൊ അവൾ ഇരിക്കുന്നത് ആനിമൽ പ്ലാന്റ്സിന്റെ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ ഇവിടെയാണെങ്കിൽ ഏറ്റവും ക്ലാസ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്നത് ബിയാങ്കയാണ്. ഇവിടെ മിസ് തോണാണ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്. ക്ലാസ്സിനിടയിൽ വെനസ്ഡേ ഇപ്പൊ ബിയാങ്കയേക്കാൾ കൂടുതൽ ആൻസർ ഒക്കെ ചെയ്യുന്നത് കണ്ട മിസ് തോണും ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് പറയുന്നുണ്ട് ബിയാങ്കയ്ക്ക് നല്ലൊരു എതിരാളി ഇവിടെ കിട്ടിയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഷെറിഫിന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ടൈലർ, നിങ്ങള് നെവർമോറിലെ കുട്ടികളെ ഇതിന് സംശയിക്കേണ്ട കാര്യമില്ല, അവിടെ ഒരു വലിയ ജീവിയുണ്ട്, അതിനെ കണ്ടുപിടിക്കാൻ നോക്കൂ എന്ന് പറയുമ്പോൾ ഡ്യൂട്ടിക്കിടയിൽ അവനോട് ഇടപെടേണ്ട എന്നാണ് ഷെറിഫ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ എനിഡിനോട് ഒരു ചെറിയ ഹെൽപ്പ് ചോദിക്കുവാണ് വെനസ്ഡേ. എന്നാൽ എനിഡ് ആണെങ്കിൽ നീ ആ കൈപ്പത്തിയോട് സോറി പറ, എന്നിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. കാരണം അത് നല്ലൊരു കാര്യം ചെയ്തിട്ടും വെനസ്ഡേ ആണെങ്കിൽ ഒരു ചെറിയ പിഴവിന്റെ പേരും പറഞ്ഞിട്ട് അതിനെ വഴക്ക് പറഞ്ഞല്ലോ. അങ്ങനെ വെനസ്ഡേ പോയിട്ട് കൈപ്പത്തിയോട് സോറി, ഞാനൊരു സ്റ്റബേൺ ആണെന്ന് നിനക്ക് അറിയുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് സോറിയൊക്കെ പറഞ്ഞ് നമ്മുടെ റോവന്റെ കയ്യിലുണ്ടായിരുന്ന ആ പിക്ചർ ഈ കൈപ്പത്തിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഈ സിമ്പിൾ വെച്ചിട്ട് ഒരു പുസ്തകം അത് തിരയാമെന്ന് വിചാരിക്കുകയാണ് വരെ. അങ്ങനെ എനിഡിനെ തൽക്കാലത്തേക്ക് ആ ബീ കീപ്പിംഗ് സെക്ഷനിലേക്ക് ആക്കിയിട്ടാണ് വെനസ്ഡേ പോകുന്നത്. കാരണം പ്രിൻസിപ്പൾ നോക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരിക്കണമല്ലോ. വെനസ്ഡേ ആ കാട്ടിലേക്ക് പോയിട്ട് റോവന്റെ കാര്യമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഷെറിഫ് ഉണ്ടായിരുന്നു. അന്നേരം ഇവളെ സംരക്ഷിക്കാനായിട്ട് ടൈലർ കൂടെ അവളുടെ കൂടെ വരുന്നുണ്ട്. കാരണം ഈ ഒരു കാട്ടിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ടൈലറിനും അറിയാമായിരുന്നു.
തിരയുന്നതിനിടയ്ക്ക് റോവന്റെ കണ്ണട നമ്മുടെ വെനസ്ഡേ കാണുവാണ്. പുള്ളിക്കാരി അത് പോയി എടുത്തപ്പോൾ അവൾക്ക് പിന്നെയും ഒരു വിഷം വരുന്നുണ്ട്. സേവിയറും റോവനും കൂടി അടിയുണ്ടായതും ഇവളുടെ തലയിലേക്ക് പ്രതിമ മറിഞ്ഞു വീണതും അവൻ ബുക്കിന്റെ പേജ് കീറുന്നതൊക്കെ. അങ്ങനെ ആ പുസ്തകത്തിന്റെ സിമ്പിൾ നോക്കി ലൈബ്രറിയിൽ പോയി ഇവള് ബുക്ക് തപ്പുമ്പോഴാണ് മിസ് തോൺ അവിടേക്ക് വരുന്നത്. മിസ് തോണിന് ഈ സിമ്പിള് ഇവള് കാണിച്ചു കൊടുത്തു. ഇത് പണ്ടുണ്ടായിരുന്ന ഇപ്പോ ഇല്ലാത്ത നൈറ്റ് ഷെയ്ഡ്സ് എന്ന് പറയുന്ന സൊസൈറ്റിയുടെ സിമ്പിളാണ്. അവരുടെ പുസ്തകങ്ങളൊന്നും ഇപ്പൊ ഇവിടെ അവൈലബിൾ അല്ല, അതൊക്കെ എടുത്തു കളഞ്ഞു എന്ന് മിസ് തോൺ പറയുവാണ്. ഈ പുള്ളിക്കാരി നാച്ചുറൽ അല്ല, അതായത് നോർമൽ ആയിട്ടുള്ള ആളുമല്ല, ഇവരുടെ കൂട്ടത്തിൽ പെടുന്ന ആളുമല്ല. അതിന്റെ ഇടയിലുള്ളതായതുകൊണ്ട് ഇവിടെ നിൽക്കാനും പുറത്തു പോവാനും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാമെന്ന് വെനസ്ഡേയോട് അവർ പറയുവാണ്. അങ്ങനെ നമ്മുടെ വെനസ്ഡേ പിന്നീട് സേവിയറിന്റെ റൂമിൽ പോയിട്ടാണ് കാര്യങ്ങൾ തിരയുന്നത്. കാരണം റോവന്റെ എന്തെങ്കിലും സംഗതികൾ അവിടെ ഉണ്ടാകുമല്ലോ. പക്ഷെ അപ്പോഴേക്ക് അവിടേക്ക് ബിയാങ്ക വരികയാണ്. ഇവിടെ ആ കട്ടിലിനടിയിൽ തന്നെ ഒളിച്ചിരുന്നു. ബിയാങ്കയ്ക്ക് നമ്മുടെ സേവിയറിനോട് പറയാനുണ്ടായിരുന്നത് വെനസ്ഡേയുടെ പിറകെ നടക്കുന്നത് നിർത്തണമെന്നും അതുപോലെ തന്നെ നാളത്തെ കോമ്പറ്റീഷനിൽ എനിഡിന്റെ ടീമിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവർ തന്നെ ജയിക്കുമെന്നും വെനസ്ഡേ നിനക്ക് പറ്റിയിട്ടുള്ള പെണ്ണല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിയാങ്ക അവിടെ നിന്ന് പോകുന്നു. വെനസ്ഡേ തിരിച്ചു വന്നപ്പോൾ എനിഡ് ഭയങ്കര കരച്ചിലാണ്. ഇവരുടെ ടീമിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇതൊക്കെ ബിയാങ്കയുടെ പണിയാണെന്നും നാളെ നിങ്ങളുടെ ടീമിന്റെ കൂടെ മത്സരിക്കാൻ ഞാൻ വരുമെന്നും നമ്മുടെ വെനസ്ഡേ എനിഡിന് വാക്കു കൊടുക്കുകയാണ്. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുന്ന ടീമാണ് നമ്മുടെ എനിഡിന്റെ ടീം. അവിടേക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വെനസ്ഡേ വന്നിരിക്കുകയാണ്. അവൾ ഇത്തരത്തിലെ പരിപാടികൾക്കൊന്നും പങ്കെടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. 4 ടീമുകളാണുള്ളത്. ഇതാണ് പോക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു കോമ്പറ്റീഷൻ. ഇപ്പൊ ഒരു റേസ് ആണ് നടക്കാൻ പോകുന്നത്. ഇവർക്ക് കമ്പനിക്കായിട്ട് കൈപ്പത്തി ഉണ്ടായിരുന്നു. 125 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു മത്സരം തുടങ്ങി വെച്ചത്. ഈ ടീമുകള് തൊട്ടപ്പുറത്തുള്ള ഐലൻഡിൽ പോയിട്ട് ഇവരുടെ കൊടി എടുത്തോണ്ട് തിരിച്ചു വരണം. ആദ്യം എത്തുന്ന ടീം ജയിക്കും. നമ്മുടെ ബിയാങ്കയുടെ ടീമാണെങ്കിൽ സൈറൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഇവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സൈറൻ വന്നിട്ട് ആദ്യം ഇവരുടെ കൂടെ മത്സരിക്കാനുള്ള ഒരു ബോട്ട് തട്ടിമറിച്ചിടുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ വെനസ്ഡേ അത് കാണുന്നുണ്ടായിരുന്നു. ഇവരെ തട്ടിമറിക്കാൻ വന്നപ്പോഴേക്ക് ആ സൈറനെ ഇവര് വലയിലാക്കി. അപ്പോഴേക്ക് ജോക്കറിന്റെ ടീം അപ്പുറത്തെ ഐലൻഡിലേക്ക് പോയിട്ട് ഈ കൊടി എടുക്കാൻ പോയി. ജോക്കറിന്റെ ടീമിന്റെ ഈ ഒരു ബോട്ട് നമ്മുടെ എനിഡ് അവളുടെ തന്ത്രം ഉപയോഗിച്ച് ആകെ കുത്തിമാന്തി ഇടുന്നുണ്ട്. ഈ കൊടി എടുക്കാൻ പോയ വെനസ്ഡേക്ക് ഒരു വിഷം വരുവാണ്. അവളെ പോലെ തന്നെയുള്ള മറ്റൊരു പെൺകുട്ടി അവളോട് വന്നിട്ട് യു ആർ ദ കീ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ബിയാങ്കയും വന്ന് കൊടി എടുത്തോണ്ട് പോയി. അങ്ങനെ തിരിച്ച് വെനസ്ഡേ വന്ന് കൊടി എടുത്തോണ്ട് പോകുന്നുണ്ട്. ജോക്കറിന്റെ ടീം വെള്ളം നിറഞ്ഞ് ആകെ മൊത്തം കംപ്ലീറ്റ് ആയി മുങ്ങിപ്പോയി. പിന്നീട് ആകെ 2 ടീമുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെയും ഈ സൈറൻ വന്ന് വെനസ്ഡേയുടെ ടീമിനെ മറിച്ചിടാൻ പോകുമ്പോഴേക്ക് കൈപ്പത്തി താഴെ പോയിട്ട് ആ സൈറനിട്ട് ഒരൊറ്റ ഇടി കൊടുത്തതും അതിന്റെ കാര്യം തീരുമാനമായി. ബിയാങ്കയുടെ ആ ഒരു വള്ളമാണെങ്കിൽ ഇവരുടെ ടീം ഒരു കുന്തം വെച്ച് കുത്തിയതിനു ശേഷം ഇവർ ആ ബോട്ടിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ട് അങ്ങനെ നമ്മുടെ വെനസ്ഡേയുടെ ടീം ആദ്യമായിട്ട് ഇത്രയും നാള് ബിയാങ്കയാണ് ജയിച്ചിരുന്നത്, ജയിച്ചിരിക്കുകയാണ്. ഇവർക്ക് സമ്മാനം കൊടുക്കുമ്പോഴും പ്രിൻസിപ്പലിന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് വെനസ്ഡേ മാറി ഒരു പ്രതിമയുടെ അടി പോയിരിക്കുമ്പോഴാണ് അതിന് താഴെയായിട്ട് ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സിമ്പിൾ അവൾ കാണുന്നത്. അപ്പോഴേക്ക് എന്നീട് അവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നീ ഇങ്ങനെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്നത് കാണാൻ നല്ലതായിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ ഇവിടെ ഒന്ന് പറയുവാണ്. എന്നിട്ട് നിന്റെ അമ്മയും ഈ ഒരു കപ്പിന് മത്സരിച്ചപ്പോഴായിരുന്നു ജയിച്ചിരുന്നതെന്നും പറയുന്നുണ്ട്. അന്ന് രാത്രി ആ ഒരു പ്രതിമയുടെ അടുത്ത് പോയിട്ട് വെനസ്ഡേ അവിടെ റിഡിൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഫുള്ളാക്കാൻ നോക്കുകയാണ്. അതിനകത്ത് എന്തോ ഉണ്ടെന്ന് വെനസ്ഡേക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. 2 തവണ കൈഞ്ഞൊടിക്കണം എങ്കിൽ ആ പ്രതിമ അവിടെ നിന്ന് മാറും. അത് മനസ്സിലാക്കിയ വെനസ്ഡേ അതുപോലെ ചെയ്തപ്പോൾ ഒരു ഉള്ളറയിലേക്കാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അവൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ പുസ്തകം നമ്മുടെ വെനസ്ഡേക്ക് കിട്ടുവാണ്. അതിൽ നിന്ന് ചീന്തിയ പാടും അവൾ കാണുന്നുണ്ട്. അവൾ അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ആരോ വന്ന് അവളെ മൂടുകയാണ്. നമ്മുടെ വെനസ്ഡേയെ പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നത് രഹസ്യമായി ഇപ്പോഴും വർക്ക് ചെയ്യുന്ന നൈറ്റ് ഷെയ്ഡ് മെമ്പേഴ്സ് ആയിരുന്നു. ഈ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പലിന് അറിയാമെന്ന മട്ടിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള സേവിയർ ഇവൾക്ക് നമ്മുടെ രഹസ്യങ്ങൾ മനസ്സിലായതുകൊണ്ട് ഇവളെ ഗ്രൂപ്പിലെടുക്കുക എന്ന് പറയുമ്പോൾ ബിയാങ്കോ അത് സമ്മതിക്കുന്നില്ല. നമ്മുടെ വെനസ്ഡേക്കാണെങ്കിൽ അതിനൊട്ട് താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ആവശ്യമുള്ള പുസ്തകവും എടുത്തോണ്ട് അവൾ നേരെ റൂമിലേക്ക് പോയി. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു ഫോട്ടോ വെച്ച് ആ പുസ്തകം ഒത്തു നോക്കിയപ്പോൾ ജെറിക്കോ ക്രാക്സ്റ്റോൺ എന്ന പേര് ഇവളുടെ മനസ്സിൽ പതിയുകയാണ്. പിറ്റേ ദിവസം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇവന്റ് ആണ്. ഇവർ നേരെ ടൗണിലേക്ക് പോകും. എന്നിട്ട് നാട്ടുവാസികളെ സഹായിക്കും. നമ്മുടെ വെനസ്ഡേക്ക് ഒരു ആന്റിക് ഷോപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴാണ് പ്രിൻസിപ്പൽ അവിടേക്ക് വന്ന വെനസ്ഡേയോട് നീ ഇന്നലെ സെല്ലോ വായിക്കുന്നത് ഞാൻ കേട്ടിരുന്നു, അപ്പൊ ഇന്ന് വൈകുന്നേരം അവിടെ സ്റ്റാച്യു ഉദ്ഘാടനം ചെയ്യുമ്പോൾ നീ കൂടെ സെല്ലോ വായിക്കണോ എന്ന് പറയുന്നു.
ടൗണിൽ എത്തിയപ്പോൾ നമ്മുടെ വെനസ്ഡേ അവിടെ സേവിയറിനെ കാണുന്നുണ്ട്. അവനെ നൈറ്റ് ഷെയ്ഡ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്ന് അവൻ വെനസ്ഡേയോട് പറയുകയാണ്. അന്നേരം വെനസ്ഡേ ആണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ നമ്മുടെ സേവിയറിനെ കാണിച്ചപ്പോൾ ഇതിന്റെ പേരിൽ റോവനും അവനും കൂടി വഴക്കുണ്ടായത് സേവിയർ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ വെനസ്ഡേ അവളുടെ വിഷൻ വഴി കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് സേവിയറിനോട് പറയുകയാണ്. ആ സമയത്ത് ഷെറിഫിനോട് മേയർ വന്നിട്ട് നിങ്ങൾ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളെല്ലാം നെവർമോറുകാരാണ് ചെയ്തതെന്ന മട്ടിൽ സംസാരിക്കരുത്, അവരാണ് നമുക്ക് ഇൻകം തരുന്നതിൽ ഏറ്റവും വലുത്, അതുകൊണ്ട് കരടി ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ്. അപ്പോഴേക്ക് പ്രിൻസിപ്പൽ അവിടേക്ക് വന്നു. എന്നിട്ട് മേയറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ എനിയുടെ അരികിലേക്ക് പോയിട്ട് അവൾക്ക് പിൽഗ്രിമിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടി എക്സ്ചേഞ്ച് ചെയ്യണമെന്ന്. എന്നിട്ട് യൂജീൻ അടുത്തേക്ക് പോവുകയാണ്. അവിടേക്ക് ആർലി എന്ന പേരുള്ള ഒരു മിസ് വരികയാണ്. ഇവരാണ് ഇവരുടെ ഈ പിൽഗ്രിം ഡ്യൂട്ടി എല്ലാം കോർഡിനേറ്റ് ചെയ്തു കൊടുക്കുന്നത്. ഇതിനിടയ്ക്ക് കയറിയിട്ട് നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ ജെറിക്കോ ക്രാക്സ്റ്റോണിന്റെ മീറ്റിംഗ് റൂമിനെ പറ്റിയൊക്കെ ചോദിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആർലി ആണെങ്കിൽ കാര്യമായിട്ട് അതൊന്നും പറഞ്ഞു കൊടുക്കാതെ ഇവർക്ക് യൂണിഫോം എടുത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ എനിഡ് ആണെങ്കിൽ അവളുടെ ക്രഷ് ആയിട്ടുള്ള അജാസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വെനസ്ഡേയുടെ കയ്യിൽ നിന്ന് ഡ്യൂട്ടി കൈമാറിയിട്ടുണ്ടായിരുന്നത്. അവരവിടെ നിന്ന് ഉടുപ്പൊക്കെ ഇട്ടിട്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള എലിയെയും അണ്ണാൻ കുഞ്ഞിനെയും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ വെനസ്ഡേ ആണെങ്കിൽ വന്ന ടൂറിസ്റ്റിന്റെ മുന്നിലേക്ക് യഥാർത്ഥത്തിൽ ജെറിക്കോ എന്ന ഈ ടൗണിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. യൂജീനെ അന്ന് നമ്മുടെ വെനസ്ഡേ ഉപദ്രവിച്ചിട്ടുള്ള ആ പയ്യന്മാര് വന്നിട്ട് ചുമ്മാ അടിക്കുന്നത് കണ്ടപ്പോ അവിടെ എത്തിയ നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ അന്ന് ചെയ്തത് എന്താണോ അതുപോലെ തന്നെ ഇവന്മാരെ അടിക്കുന്നുണ്ട്. ബാക്കി വന്ന രണ്ടുപേരാണെങ്കിൽ ഇവിടെ നിന്ന് ഓടിപ്പോയി. മേയർ വന്നിട്ട് ഇപ്പൊ പ്രിൻസിപ്പലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിസ് തോൺ അവിടേക്ക് വന്നത്. ഇവരുടെ സ്കൂളിലെ ആകെ കൂടിയുള്ള നോർമൽ ആയിട്ടുള്ള ആള് ഇതാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു കൊടുക്കുന്നു. യൂജീനെ കാണുമ്പോ വെനസ്ഡേക്ക് അവളുടെ അനിയന്റെ പോലെ തോന്നുന്നു എന്ന് അവൾ പറയുകയാണ്. എന്നിട്ട് മീറ്റിംഗ് റൂം എന്ന് വിശേഷിപ്പിക്കുന്ന ആ റൂമിലേക്ക് യൂജീന്റെ സഹായത്തോടു കൂടി ഇവര് കയറുന്നുണ്ട്. അവിടെ നിന്ന് ഒരു പടം നമ്മുടെ വെനസ്ഡേ കാണുകയാണ്. അതിൽ ഇവളെ പോലെയുള്ള ആ പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവളുടെ കയ്യിൽ ഒരു പുസ്തകവും കാണുന്നുണ്ട്. ആ പുസ്തകത്തിൽ എന്താണെന്നാണ് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആർലിക്ക് ഇപ്പൊ ബിയാങ്കോയുടെ കയ്യിൽ നിന്ന് വെനസ്ഡേ ഇവിടെ ഇല്ല എന്ന് മനസ്സിലായി. ഇവൾ ഈ പുസ്തകം അവിടെ ഉണ്ടായിരുന്നു, അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ബ്ലാങ്ക് ആണെന്ന് കാണുകയാണ്. അതായത് ഇത് ശരിക്കും മീറ്റിംഗ് റൂം അല്ല. ആർലി വന്ന് ഇവളെ വഴക്ക് പറഞ്ഞപ്പോഴും അവൾ യഥാർത്ഥ മീറ്റിംഗ് റൂം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഈ സമയം ആ ആന്റിക് ഷോപ്പിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു ക്യാമറ കട്ടെടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അജാസിനോടൊത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇവനോട് ക്രഷ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇന്നത്തേക്ക് ഒരു ഡേറ്റ് ഒക്കെ നമ്മുടെ എനിഡ് ഒപ്പിച്ചെടുക്കുന്നുണ്ട്. അജാസിനും ഇവളോട് ചെറുതായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. അവൻ ഡേറ്റിന് ഇന്ന് വരാ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ട് ഈ ആന്റിക് ഷോപ്പ് കീപ്പറുടെ അടുത്തേക്ക് എന്തോ ഒരു സഹായത്തിനായിട്ട് പോകുവാണ്. എന്നിട്ടാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. ഇന്ന് വൈകുന്നേരം ഡേറ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട്. ഈ സമയത്ത് വെനസ്ഡേ ആണെങ്കിൽ ഇപ്പോ ടൈലറിനെ കാണാനായിട്ട് അവന്റെ ഷോപ്പിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മുടെ സേവിയർ ഉണ്ടായിരുന്നു. ടൈലറിനോട് വന്നിട്ട് യഥാർത്ഥത്തിലെ മീറ്റിംഗ് റൂം ഏതാണെന്ന് ഒരു മാപ്പ് കാണിച്ച് അവൾ ചോദിച്ചപ്പോഴാണ് അന്ന് ഇവർ ബോട്ട് റേസിനായിട്ട് പോയിരുന്ന സമയത്ത് ഒരു മാപ്പ് ഉണ്ടായിരുന്നല്ലോ, അതായത് ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയാണിതെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ തന്നെ വെനസ്ഡേ ആ ഭാഗത്തേക്ക് പോയി നോക്കുന്നുണ്ട്. നേരത്തെ ആ ക്യാമറ കക്കാൻ വന്ന കള്ളൻ അവിടെയാണ് ജീവിച്ചിരുന്നത്. എന്നാ ഇവളുടെ കയ്യിലെ ഹാൻഡ് വെച്ചിട്ട് ആ കള്ളന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് നമ്മുടെ വെനസ്ഡേ ഇനി വല്ല വിഷനും കിട്ടുമോ എന്നറിയാനായിട്ട് അവിടെയും ഇവിടെയും ഒക്കെ പിടിച്ചു നോക്കുകയാണ്. പക്ഷെ ആദ്യം പിടിച്ച 2 സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ വെനസ്ഡേക്ക് ഒരു വിഷനും കിട്ടിയില്ല. പിന്നീട് ഒരു ഡോറിൽ പോയി പിടിച്ചപ്പോൾ അവൾക്കൊരു വിഷൻ കിട്ടുകയാണ്. അതായത് ജെറിക്കോ ക്രാക്സ്റ്റോൺ ഇവള് സാധാരണ വിഷനിൽ കാണുന്ന ആ പെൺകുട്ടിയെ നീ പിശാചിന്റെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ നാട്ടുകാരുടെ ഇടയിൽ വെച്ച് നാണം കെടുത്തി. പണ്ടൊക്കെ ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ പ്രത്യേകമായിട്ടുള്ള വാസനകളുള്ള ആൾക്കാരും സാധാരണക്കാരും ഒന്നിച്ചാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ജെറിക്കോ ആണെങ്കിൽ ഇത്തരത്തിൽ സാധാരണ വാസനകളുള്ളവരെ മന്ത്രവാദിക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടു. ഇപ്പൊ ആ പെൺകുട്ടി, അവളുടെ പേര് ഗൂഡി ആഡംസ് എന്നായിരുന്നു, അവളെയും കൂടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവളെ പക്ഷെ അതിനുള്ളിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവളുടെ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ഇവള് അതുവഴിയുള്ള ഒരു രഹസ്യ വഴിയിലൂടെ രക്ഷപ്പെട്ടു. എന്നാൽ രക്ഷപ്പെട്ടിട്ടും ഈ ജെറിക്കോ പിന്നാലെ പോയിട്ട് ഈ പെൺകുട്ടിയെ മൃഗീയമായിട്ട് കൊന്നുകളയുന്ന ആ ഒരു വിഷനാണ് നമ്മുടെ വെനസ്ഡേ ഇപ്പൊ കണ്ടത്. ആ സമയത്ത് അവിടെ നിന്ന് അവൾ മോൺസ്റ്ററിനെ കാണുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്ത് പോയപ്പോഴാണ് ആ മോൺസ്റ്റർ ശരിക്കും ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നത്. പെട്ടെന്ന് സേവിയർ അവിടേക്ക് വരുവാണ്. സേവിയറിന് ഈ കാൽപ്പാട് കാണിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് അത് മാഞ്ഞു പോയിരുന്നു. സേവിയർ ആണോ ഇതെന്ന് അവൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് സേവിയർ പറഞ്ഞത്, നീ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം, കാരണം ഞാൻ റോബിന് മെസ്സേജ് അയച്ചപ്പോൾ അവൻ സാധാരണ തരുന്ന റിപ്ലൈ പോലെയല്ല ഇപ്പൊ അവൻ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കും ആ കാര്യത്തിൽ ചെറുതായിട്ട് വിശ്വാസം വന്നു തുടങ്ങിയെന്ന് നമ്മുടെ വെനസ്ഡേയോട് സേവിയർ പറയുകയാണ്. ഞാൻ എന്തായാലും ആ മോൺസ്റ്ററിനെ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുവെന്ന് വെനസ്ഡേ സേവിയറിനോടും പറയുന്നുണ്ട്.
അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് ഇപ്പൊ സ്റ്റാച്യു ഉദ്ഘാടനത്തിന്റെ സമയമായിരിക്കുവാണ്. ഈ ജെറീക്കോ ഒരു ദുഷ്ടനാണെന്ന് ഇപ്പൊ നമ്മുടെ വെനസ്ഡേക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ സെല്ലോ വായിക്കാനായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു മോണ്യുമെന്റ് ആണ്, അത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. എന്നാൽ കറക്റ്റ് സമയത്ത് നമ്മുടെ ഹാൻഡി ആണെങ്കിൽ അവൾ അവിടെ ഒരു ചെറിയ ട്രാപ്പ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ബോംബ് പോലെയൊക്കെ ആ സ്റ്റാച്യു എന്തായാലും നശിപ്പിച്ച് കളയണം. അതിനുവേണ്ടി ഹാൻഡി ഇവളെ സഹായിക്കുകയും ചെയ്തു. ഈ സ്റ്റാച്യു പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും ഓടിയപ്പോ ഇവള് സെല്ലോ വായിച്ചിരിക്കുന്നത് കണ്ടപ്പോ തന്നെ പ്രിൻസിപ്പലിന് മനസ്സിലായി ഇവളാണ് അതിന്റെ പിന്നിലെന്ന്. അങ്ങനെ തിരിച്ച് സ്കൂളിലേക്ക് എത്തിയപ്പോൾ പ്രിൻസിപ്പൽ ഇവളെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവളാണെങ്കിൽ എന്റെ കൈകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇത്ര കണ്ട് പറയാനായിട്ടൊന്നുമില്ല, ജെറീക്കോ അത്ര നല്ല ആളൊന്നുമല്ല, നിങ്ങൾ അറിയുന്ന ചരിത്രം ഒന്നുമല്ല ചരിത്രം എന്ന് നമ്മുടെ വെനസ്ഡേ പ്രിൻസിപ്പലിന് പറഞ്ഞു കൊടുക്കുമ്പോൾ നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പ്രിൻസിപ്പൽ നമ്മുടെ വെനസ്ഡേയോടും പറഞ്ഞു. എന്നാൽ ഞാനത് കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ വെനസ്ഡേ ഇറങ്ങി പോവുകയാണ്. ഇവൾക്കിപ്പോഴും ആ മോൺസ്റ്റർ ആരാണെന്ന് അറിയണമായിരുന്നു. അന്ന് ആ കള്ളൻ ജീവിക്കുന്നതായിട്ടുള്ള ആ ജെറീക്കോയുടെ ആ ഓൾഡ് മീറ്റിംഗ് ഹൗസിലേക്ക് ഈ മോൺസ്റ്റർ വന്ന അയാളെ കൊല്ലുന്നുണ്ട്. ഈ സമയത്ത് എനിടാണെങ്കിൽ ഡേറ്റിന് പോവാനായിട്ട് ആകെ മൊത്തം എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇവിടെ യൂജീനെ ആണെങ്കിൽ എന്തോ കണ്ട് പേടിക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ മിസ് തോൺ അവളും ഇത്തരത്തിൽ ആ നൈറ്റ് ഷെയ്ഡിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് കാണുന്നുണ്ട്. അജാസ് കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ മുഖം അറിയാതെ മിററിൽ കണ്ട് മിറർ എഫക്ട് ബാധിച്ച് അവനും കല്ലായി പോവുകയാണ്. പ്രിൻസിപ്പൽ ആണെങ്കിൽ ഒരു പേജ് കീറിയിട്ട് അതെടുത്ത് നേരെ തീയിലേക്ക് എറിയുന്നുണ്ട്, ആരും അത് അറിയരുതെന്ന പോലെ. ഈ സമയത്ത് തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ജെറീക്കോ ആണെങ്കിൽ ആന്റിക് ഷോപ്പിൽ കണ്ടതുപോലെയുള്ള സ്റ്റഫ് ചെയ്ത കളിപ്പാട്ടങ്ങളെല്ലാം സെറ്റാക്കി വെക്കുന്നു. ടൈലർ കുളിച്ചോണ്ടിരിക്കുമ്പോൾ മോൺസ്റ്ററിനെ പോലെ അലറിക്കൊണ്ടിരിക്കുന്നു. അജാസ് വരാത്തതിൽ ആകെ മൊത്തം ദേഷ്യം പിടിച്ച എനിഡ് ഫ്രസ്ട്രേഷൻ കാരണം എന്തൊക്കെയോ ചെയ്യുന്നു. സേവിയർ കഴുത്തിൽ മുറിവ് പറ്റിയിട്ട് ഒരു ഓൾഡ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഷെറിഫിനടുത്തേക്ക് ഒരു ക്യാമറ കിട്ടുകയും ആ ക്യാമറയിൽ നിന്ന് മോൺസ്റ്റർ ആ കള്ളനെ അറ്റാക്ക് ചെയ്യുന്ന രൂപം കണ്ട് മോൺസ്റ്ററിന്റെ രൂപം ഷെറിഫിന് മനസ്സിലാവുകയും ചെയ്യുന്നു. നമ്മുടെ വെനസ്ഡേയും ആ കൈയും കൂടെ ഇപ്പൊ നാട്ടിലുള്ള മോർച്ചറിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ് ഈ മോൺസ്റ്റർ ഒരാളെ കൂടി കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളുടെ ബോഡി സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിയിലേക്ക് വന്നിട്ട് വെനസ്ഡേ ഈ ബോഡി ഞാൻ തരാമെന്ന് പറയുമ്പോൾ ആ സമയത്ത് ഈ കൈ അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെനസ്ഡേ ഇതിങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ ബോഡിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുന്നത്. ഇതിന് ഒരു കാലുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടെ ആരോ വരികയാണ്. അത് ഷെറിഫും ഈ ഡോക്ടറും ആയിരുന്നു. ഡോക്ടർ അങ്ങനെ ഷെറിഫിനോട് പറയുന്നുണ്ട്, ഇപ്പൊ നടക്കുന്ന കൊലപാതകങ്ങളിലൊക്കെ സിമിലർ ആയി കാണുന്നത് ആ ശരീരത്തിൽ ഏതെങ്കിലും ബോഡി പാർട്സ് ഉണ്ടാവില്ല, ഇതിന് സീരിയൽ കില്ലിംഗ് ആണോ എന്നൊക്കെ പറയാണ്. ഷെരീഫ് പോയി ഡോക്ടർ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഫ്രീസർ തുറന്നു കിടക്കുവാണ്. അതിനകത്ത് നമ്മുടെ വെനസ്ഡേ ഉണ്ടായിരുന്നത്. പക്ഷെ പുതിയതായിട്ട് മരിച്ച ആരോ ആണ്, നിന്നെ ഞാൻ നാളെ വെട്ടിക്കീറ എന്ന് പറഞ്ഞ് അയാൾ പുറത്തോട്ട് പോകുവാണ്. അതിനുശേഷം ഇവിടുന്ന് എടുത്ത ഈ ഫോട്ടോസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവള് റൂമിൽ ഒട്ടിക്കുമ്പോൾ അതിന്റെ കഥയും കാര്യങ്ങളും ഒക്കെ എനിഡിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ എനിഡാണെങ്കിൽ അപ്പ തന്നെ ബോധം കെട്ട് ദാ കിടക്കുന്ന താഴെ. അതവിടെ വെക്കാൻ പറ്റില്ല എന്നങ്ങനെ വെനസ്ഡേക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഇവരിങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമ്മുടെ സേവിയറിനാണെങ്കിൽ വേദന വരുന്നുണ്ടായിരുന്നു. വെനസ്ഡേ നോക്കുമ്പോൾ അവന്റെ കഴുത്തിലായിട്ട് മുറിവായിട്ടുണ്ട്. അവനെന്തോ ഗെയിം കളിച്ചിട്ട് മുറിവ് പറ്റിയതാണെന്ന് പറഞ്ഞെങ്കിലും അവള് വിശ്വസിച്ചില്ല. അങ്ങനെ സേവിയറിനെ ഫോളോ ചെയ്തു പോയിട്ട് അവന്റെ ഡ്രോയിങ് റൂം ഉണ്ട്, അത് നമ്മുടെ വെനസ്ഡേ കണ്ടുപിടിച്ചു. സേവിയർ ഇല്ലാത്ത സമയത്ത് ഇവള് അതിനകത്ത് കയറിയിട്ട് നോക്കുവാണ്. അപ്പോഴാണ് അതിനകത്ത് മുഴുവനായിട്ട് ആ മോൺസ്റ്ററിന്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു 2 പടം എടുത്തിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സേവിയർ വരികയാണ്. പക്ഷെ സേവിയർ ഇവൾ അകത്തോട്ട് കയറി എന്ന് വിചാരിക്കുന്നില്ല. ഇവള് വന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് കയറി നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ സേവിയർ അത് സമ്മതിച്ചില്ല. നീ എന്നെ റാവൻ, അതായത് നമുക്കിപ്പോ ഡാൻസ് ബോൾ എന്നൊക്കെ പറയാം, ഒരു ഡാൻസ് കപ്പിൾസ് ഡാൻസ് കളിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്, അവിടേക്ക് ക്ഷണിക്കാൻ വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ തടി തപ്പാനായിട്ട് നമ്മുടെ വെനസ്ഡേ നീ വരൂ എന്റെ കൂടെ എന്ന് ചോദിക്കുകയാണ്. അവന് ഭയങ്കര സന്തോഷമായി, കാരണം അവന് ഓൾറെഡി ഇവളെ ഇഷ്ടമാണല്ലോ. അപ്പൊ അങ്ങനെ അതൊക്കെ സെറ്റായി. എനിഡിനോട് വന്നിട്ട് വെനസ്ഡേ പറയുമ്പോൾ അവൾക്കാണെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം. നമ്മുടെ ഈ വെനസ്ഡേ മാറിപ്പോയെന്ന് അവൾ വിചാരിക്കുകയാണ്. എന്നിട്ട് ഇവളോടൊത്ത് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോൾ അതിനൊന്നും വെനസ്ഡേക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടൗണിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആന്റിക് ഷോപ്പിന്റെ മുന്നിലെത്തിയപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് അവിടെ നിന്ന് ജെറീക്കോ, അതായത് ആ തെറാപ്പിസ്റ്റ് വരുന്നത്. അവിടെ നിന്ന് വെനസ്ഡേ നേരെ ഷെറിഫിന്റെ അടുത്തേക്ക് പോയിട്ട് സേവിയറിന്റെ അടുത്ത് നിന്നെടുത്ത ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരന്റെ കയ്യിലുള്ള ഫോട്ടോയും ഇതും സിമിലർ ആണ്. പക്ഷെ ഇനിയും തെളിവ് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇവളെ തിരിച്ചയച്ചു. ഈ സമയത്ത് എനിഡിന്റെ അടുത്തേക്ക് ലൂക്കാസ്, അതായത് അവിടുത്തെ മേയറിന്റെ മകൻ വന്നിട്ട് ഈ ഡാൻസ് ബോളിൽ നീ എന്റെ പേരാകാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അജാസിനോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് ഓക്കെ ഞാൻ നിന്റെ പേരായി വരാമെന്ന് എനിഡ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്.
ഈ സമയത്ത് നമ്മുടെ ടൈലർ ആണെങ്കിൽ വെനസ്ഡേനെ കണ്ടിട്ട് നീ എന്റെ കൂടെ പെയറാകാവോ എന്ന് ചോദിച്ചപ്പോ സേവിയറും ഞാനും കൂടെ ഓക്കെ ആയെന്ന് ഇവള് പറയാണ്. എന്നാൽ അത് കേട്ടപ്പോ ടൈലറിന് ഭയങ്കര വിഷമായി. കാരണം ടൈലർ വിചാരിച്ചിരുന്നത് അവൾക്ക് ഇവനെ ഇഷ്ടമാണെന്നാണ്. ഓ, നിനക്ക് എന്നെ വേണോ എന്ന് തോന്നുമ്പോ നീ എന്നെ സമീപിക്കുമെന്നും പറഞ്ഞിട്ട് ടൈലർ അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ ഈ ഫോട്ടോസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവരുടെ ഹണി ബി ഹൗസിൽ കൊണ്ടുവയ്ക്കുകയാണ്. അവിടെ നിന്ന് യൂജിന് ഇതിന്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലൊരു പടം കണ്ടപ്പോൾ യൂജിൻ പെട്ടെന്ന് പറഞ്ഞു, ഈ സംഭവം ഇതൊരു ഗുഹയാണ്, എനിക്ക് ഈ ഗുഹ അറിയാം, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ യൂജിൻ ഈ ഗുഹയുടെ മുന്നിലേക്ക് പോകുവാണ്. സംഭവം ഈ സ്ഥലമൊക്കെ അറിയാവുന്നേ ഉള്ളൂ, ഇതിനകത്തോട്ട് കയറാൻ എനിക്ക് പേടിയാണെന്ന് യൂജിൻ പറയുന്നുണ്ട്. ഇവര് രണ്ടുപേരും അതിനകത്ത് പോയി നോക്കുമ്പോൾ നിറയെ അസ്ഥികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് നിന്നായിട്ട് ഈ മോൺസ്റ്ററിന്റെ പോലുള്ള ഒരു നഖം ഇവൾക്ക് കിട്ടുകയാണ്. അതൊക്കെ എടുത്തോണ്ട് ഇവള് നേരെ പോകുന്നത് ഈ സേവിയറിന്റെ ഈ ഒരു ആർട്ട് ഷോപ്പിലേക്കാണ്. ആ DNA-യും ഇവന്റെ DNA-യും കൂടെ ഒന്നാണോ നോക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ നിന്ന് ബ്ലഡ് സ്റ്റെയിൻ ഉള്ള ഒരു ക്ലോത്ത് എടുത്തു. അപ്പോഴേക്ക് സേവിയർ അവിടേക്ക് വന്നു. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കഴിഞ്ഞ തവണ അവൾ ഇതിനകത്തോട്ട് വന്ന് നോക്കിയിട്ടുണ്ടെന്നൊക്കെ. ഇവൻ പറയുന്നത് ഈ മോൺസ്റ്ററിന്റെ ചിത്രം ഞാനിങ്ങനെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ വരച്ചു വെച്ചതെന്ന്. എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാനെന്ന് നമ്മുടെ വെനസ്ഡേ പറയാണ്. അങ്ങനെ അവളോട് ദേഷ്യം പിടിച്ച് അവൻ പുറത്താക്കുന്നുണ്ട്. അതിനുശേഷം ഈ രണ്ട് സംഭവങ്ങളും കൊണ്ടുവന്ന് ഷെറിഫിന്റെ അടുത്ത് കൊടുത്ത് ഇത് DNA ടെസ്റ്റ് ചെയ്യണം, ഇത് സത്യമായി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ലിങ്ക് ആയി കഴിഞ്ഞാൽ ഇതാരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ യൂജിന്റെ അടുത്തോട്ട് വന്നിട്ട് ഇന്നാണ് ഡാൻസ് ബോൾ, അപ്പൊ നമുക്ക് ഇന്ന് ആ ഗുഹയിലേക്ക് പോകണം എന്ന് പറയാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ സേവിയറിന്റെ കൂടെ ബിയാങ്കോ സെറ്റ് ആവുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കൈ ആണെങ്കിൽ ടൈലറിന് കൊണ്ടുവന്നിട്ട് ഒരു നോട്ട് കൊടുക്കുകയാണ്. അത് കണ്ട് അവന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം, അതായത് ഇപ്പോൾ ഡാൻസ് ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിയാങ്കോയും സേവിയറും അതുപോലെ തന്നെ നമ്മുടെ എനിന്റെ കൂടെ ലൂക്കാസ് ആണുള്ളത്. മിസ് തോൺ പ്രിൻസിപ്പലിനോട് ഇന്ന് നല്ല പരിപാടിയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുവാണ് അവരുടെ കാലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പോയപ്പോൾ വെനസ്ഡേയുടെ അമ്മ അയാളെ തട്ടിയെടുത്തോണ്ട് പോയെന്ന്. ഇവിടെ വെനസ്ഡേയുടെ അടുത്തേക്ക് ടൈലർ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. നേരത്തെ കയ്യ് ഇവൻ ഇൻവിറ്റേഷൻ കൊടുത്തത് ശരിക്കും വെനസ്ഡേ പറഞ്ഞിട്ടല്ലായിരുന്നു, അതിന്റെ ഇഷ്ടത്തിന് കൊടുത്തതായിരുന്നു. അങ്ങനെ വെനസ്ഡേക്ക് ഇതിനെ പോകുമ്പോൾ ഇടാനായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ഡ്രസ്സ് വരെ നമ്മുടെ കൈ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെനസ്ഡേ അങ്ങനെ ആദ്യമായിട്ട് വേറൊരു ഡ്രസ്സില് ഇപ്പൊ നമ്മുടെ ടൈലർ കണ്ടപ്പോൾ അവനാകെ ഇംപ്രസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് യൂജിൻ അവിടേക്ക് വന്ന് അല്ല നമുക്ക് ഇന്ന് ഗുഹയിലേക്ക് പോവണ്ടേ എന്ന് ചോദിക്കുന്നത്. ഇന്നെന്തായാലും പറ്റില്ല, നാളെ പോകാം, നീ ഞാനില്ലാതെ അവിടേക്ക് പോകുന്നത് ഡേഞ്ചറസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വെനസ്ഡേ നേരെ ഡാൻസ് കളിക്കുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് അവിടെ നമ്മുടെ എനിഡ് ലൂക്കാസിനായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ളത് ആരും നോർമീസ് ഒന്നും അല്ലാത്ത ആൾക്കാരാണല്ലോ. അങ്ങനെ അവന്റെ ദേഹത്ത് എന്തോ വെള്ളം വീണപ്പോ അതൊക്കെ റെഡിയാക്കാനായിട്ട് എനിഡ് പറയാണ്. ഇവിടെ നമ്മുടെ സേവിയർ ആണെങ്കിൽ ഇപ്പോ ബിയാങ്കോയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെനസ്ഡേയുടെ കാര്യമാണ്. ഇപ്പൊ നമ്മൾ റെഡി ആയില്ലേ, പിന്നെ എന്തിനു വേണ്ടിയിട്ട് അവളുടെ കാര്യം പറയുന്നതെന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോഴാണ് വെനസ്ഡേ നമ്മുടെ ടൈലറിന്റെ കൂടെ അവിടേക്ക് വരുന്നത്. ഇവരെ കണ്ട് മിസ് തോൺ അവരിങ്ങനെ സൽക്കരിച്ചിരുത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിക്കാനൊക്കെ പോകുന്നുണ്ട്. എനിട്ട് അവളോട് വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ സേവിയറും കൂടെ ഇവളോട് വന്ന് സംസാരിക്കാൻ പോകുവാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത അവന്റെ കൂടെ നീ എന്തിനാ മിങ്കിൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ലൂക്കാസ് ഒന്ന് പുറത്തോട്ട് പോയി വരാമെന്നും പറഞ്ഞിട്ട് എനിട്ടിനോട് പറഞ്ഞു പോകുന്നുണ്ട്. യൂജിൻ ഇപ്പോഴും ആ ഗുഹയ്ക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വെനസ്ഡേ മാറിയിരിക്കുന്നത് കണ്ട് ടൈലർ വന്ന് എന്താ കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ നീയും ഫ്രണ്ട്സും പണ്ടൊരിക്കൽ സേവിയറിനോട് കളിയാക്കിയിട്ടുണ്ടല്ലേ എന്ന് അവൾ ചോദിച്ചു. അത് അന്ന് പറ്റിപ്പോയതാണെന്ന് ഇവൻ പറഞ്ഞപ്പോൾ അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല എന്ന് വെനസ്ഡേ മറുപടി കൊടുക്കുകയാണ്. ഈ സമയത്ത് ഇവരുടെ ഈ ഡാൻസ് ബോൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ടാങ്കർ ലോറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെന്താണ് എന്തിനാണെന്നൊന്നും അറിയില്ല. ഇനിയാണ് ഇവരുടെ ഡാൻസ്. ശരിക്കും ഇത് നമുക്ക് വിവരിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് വെനസ്ഡേ ആഡംസ് ഡാൻസ് എന്ന് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു അത്യുഗ്രൻ ഡാൻസ് ആണ്. എന്തായാലും കണ്ടിരിക്കണം കേട്ടോ. നിങ്ങൾ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കാനായിട്ട് മറക്കരുത്. ഇതിനിടയ്ക്ക് നമ്മുടെ ലൂക്കാസ് ഒന്ന് അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുന്നത് കണ്ട് സേവിയറിനാണെങ്കിൽ നല്ല രീതിയിൽ അസൂയ മൂക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവൻ അക്കാര്യം ബിയാങ്കോയോട് പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ ലൂക്കാസ് ആണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവൻ വെളിയിലോട്ട് പോയിരിക്കുകയാണ്. കാരണം ശരിക്കും ലൂക്കാസ് അവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇവരുടെ നാട്ടിൽ നടക്കുന്ന പരിപാടി നമ്മുടെ വെനസ്ഡേയും പിള്ളേരും കൂടി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് പ്രതികാരം വീട്ടാനായിട്ടായിരുന്നു. ഇവിടെ യൂജിന്റെ കൺമുന്നിൽ വെച്ചിട്ട് ആ ഗുഹയ്ക്ക് ആരോ തീയിടുന്നുണ്ട്. അവൻ അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഇവിടെ ബിയാങ്കോ മാറിയിരിക്കുന്നത് കണ്ട് വെനസ്ഡേ അവിടെ വന്നിരുന്ന് ചോദിക്കുമ്പോൾ ബിയാങ്കോ പറഞ്ഞു നിന്റെ കാരണം ഞാനും സേവിയറും കൂടെ എപ്പോഴും മടിയാണെന്ന്. അത് കേട്ടപ്പോൾ വെനസ്ഡേ ആണെങ്കിൽ അതെങ്ങനെ എന്റെ കാരണം കൊണ്ടാവുന്നതെന്ന് അവളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. യൂജിൻ ഇപ്പോ എന്തോ കണ്ട് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനൊരു മരത്തിന്റെ മറവിൽ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഡാൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പാട്ടൊക്കെ ഓൺ ചെയ്ത് എല്ലാവരും നല്ല ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒരു സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി ഒരു ചുമന്ന
കളറുള്ള വെള്ളം താഴേക്ക് വീഴാനായിട്ട് തുടങ്ങി. എല്ലാവരും ഡാൻസ് ഒക്കെ നിർത്തി. എന്നാൽ നമ്മുടെ വെനസ്ഡേ മാത്രം അവിടെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ ആരോ വന്ന് തട്ടിയപ്പോൾ അവൾക്കൊരു വിഷയം വരികയാണ്, യൂജീന് ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന്. മിസ് തോണിനോട് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അവിടേക്ക് ഓടി പോവാണ്. ഇവിടെ എനീഡിന് മനസ്സിലായി ലൂക്കാസും ഫ്രണ്ട്സും ആണ് ഇത് ചെയ്തതെന്ന്. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അജാസ് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അന്ന് ഡേറ്റിംഗിന്റെ ഇടയിൽ ഉണ്ടായ പ്രശ്നം പറയാണ്. അവൻ ആ പ്രശ്നം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ യൂജീൻ ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ കണ്ട് പേടിച്ചിട്ട് ഗംഭീര ഓട്ടത്തിലായിരുന്നു. അപ്പോഴേക്ക് വെനസ്ഡേ അവിടെ വന്ന് യൂജീൻ നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അവൾ എവിടെയാ ഉള്ളതെന്ന് നോക്കാനായി പോകുമ്പോഴേക്ക് അവൻ ഒരിടത്ത് തട്ടിമറിഞ്ഞ് വീഴുകയാണ്. പെട്ടെന്ന് ആ മോൺസ്റ്റർ അവന്റെ അടുത്തോട്ട് വരികയും അതുപോലെ അവനെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വെനസ്ഡേ അവിടെ എത്തിയപ്പോഴേക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ട് അവൻ ജീവനോടെ ഉണ്ടോന്ന് അറിയില്ല, എന്നാൽ പരിക്ക് പറ്റിയിട്ടുള്ള നിലയിലാണ് നമ്മുടെ യൂജീൻ അവിടെ കിടക്കുന്നത്. മിസ് തോണും കൂടി അവസാന നിമിഷം അവിടേക്ക് എത്തുകയാണ്. അപ്പൊ ഈ ഒരു സീനോട് കൂടിയിട്ടുള്ളത് ശരിക്കും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണ്. ഈ ഒരു സീനോട് കൂടിയിട്ടാണ് വെനസ്ഡേ ആഡം എന്ന ഈ ഒരു സീരീസിന്റെ 4th എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ്, അതായത് നമ്മളിപ്പോ 4 എപ്പിസോഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് കുറെയൊക്കെ ക്യൂരിയസ് ആയിരുന്നു, കാരണം ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് കാര്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡ് ആവുമ്പോഴേക്കും കുറച്ചൊക്കെ ആൾക്കാരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലായത് കൊണ്ട് പിന്നീട് ആകാംക്ഷയായിട്ട് മാറി. മൂന്നാമത്തെ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് എൻഡ് ചെയ്തു. പക്ഷെ 4ാമത്തെ എപ്പിസോഡ് ആണെങ്കിൽ കുറെയൊക്കെ ഇമോഷണൽ ആയിട്ടാണ് എൻഡ് ചെയ്തത്. കാരണം നമ്മുടെ വെനസ്ഡേ കുറെയൊക്കെ, അതായത് അവളുടെ അനിയനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് ഏറ്റവും ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ യൂജീനോട് അവൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നെ കാണുമ്പോൾ എന്റെ അനിയന്റെ പോലെയാണെന്ന്. അപ്പൊ അവർ ഇമോഷണലി നല്ല രീതിയിൽ റിലേറ്റ് ആയിട്ട് കിടക്കായിരുന്നു. യൂജീന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോൾ നമ്മുടെ വെനസ്ഡേയുടെ പോലെ തന്നെ നമുക്കും അത് നല്ല ഇമോഷണലി നമ്മളെങ്ങനെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരിക്കണം. നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അങ്ങനെ തോന്നിയിരിക്കണം. അപ്പം 4ാമത്തെ എപ്പിസോഡ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനോട് കൂടിയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. 4th എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ ആരാണ് മോൺസ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നുവെങ്കിൽ 5th എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ വെനസ്ഡേയുടെ അച്ഛൻ പണ്ടൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഇത് നേരിട്ട് കണ്ടത് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ആയിരുന്ന വീംസ് ആയിരുന്നു. അങ്ങനെ ഈ പുള്ളിക്കാരി സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം പോലീസ് വന്ന് നമ്മുടെ വെനസ്ഡേയുടെ അച്ഛനായ ഗോമസിനെ അറസ്റ്റ് ചെയ്യുന്നു. അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ ഇത് കണ്ട് കരയുന്നു. ഇതാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക്. ഇന്ന് തൊട്ട് ഇവരുടെ സ്കൂളില് പാരന്റ്സ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അവിടേക്ക് ഇവരും എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് വെനസ്ഡേ എന്ന ഈ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. വെനസ്ഡേയുടെ പാരന്റ്സ് ഭയങ്കര ക്യൂരിയസ് ആണ്. കാരണം ആദ്യം അവൾക്ക് ഇവിടെ വരാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവൾക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായി. അതിന്റെ റീസൺ കണ്ടുപിടിക്കാനായിരുന്നു ക്യൂരിയോസിറ്റി. ഈ സമയത്ത് പ്രിൻസിപ്പല് പാരന്റ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെനസ്ഡേ ആയിക്കോട്ടെ എനിഡ് ആയിക്കോട്ടെ അവരുടെ പാരന്റ്സിന്റെ അടുക്കലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. എനിഡിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവളുടെ അമ്മ ഇവളെ കണ്ട അപ്പൊ തന്നെ ചോദിക്കും, നീ പൂർണ്ണമായിട്ട് വോൾഫായി മാറിയോ എന്ന്. അങ്ങനെ കുട്ടികള് അവരുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോവുകയാണ്. വെനസ്ഡേ അച്ഛനെയും അമ്മയും കണ്ട അപ്പൊ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് മറക്കാൻ വിചാരിച്ച ആ ഒരു സത്യത്തിന്റെ അടുത്തേക്ക് ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ സമയത്ത് എനിടാണെങ്കിൽ അവൾ പറഞ്ഞ പോലെ തന്നെ അമ്മ ഇക്കാര്യം ചോദിച്ചപ്പോ അതൊക്കെ ശരിയാകൂ എന്ന് പറയുന്നുണ്ട്. സേവിയറിന്റെയും പിയാങ്കോയുടെയും പാരന്റ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. അവന്റെ അച്ഛൻ എന്തോ ബിസിയാണ്, ഇവളുടെ അമ്മ പൊതുവെ വരാറില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇവളുടെ അമ്മ അവിടേക്ക് വരികയാണ്. അമ്മയെ കണ്ട പിയാങ്കോ പേടിച്ചു പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ വെനസ്ഡേയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പലിനോട് പാരന്റ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ പറയുന്നതിന്റെ തറുതല നമ്മുടെ വെനസ്ഡേ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പണ്ടത്തെ ഒരു ജേർണലിൽ നിന്ന് ഇവളുടെ അമ്മയുടെ ഫോട്ടോ പറിച്ചു മാറ്റിയത് കാണുന്നുണ്ട്. ഇത് ശരിക്കും ഇന്നലെ ഈ പ്രിൻസിപ്പൽ ചെയ്ത പരിപാടിയായിരുന്നു. അതിനുശേഷം പ്രിൻസിപ്പൽ ഇനി തെറാപ്പിക് സെക്ഷനിലേക്ക് പോകുമ്പോൾ പാരന്റ്സ് സെക്ഷൻ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വെനസ്ഡേയുടെ അമ്മ അതിനെ എതിർക്കുകയാണ്. പിന്നീട് അച്ഛൻ സംസാരിച്ച് ഓക്കെ ആയി. ഇവരങ്ങനെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷെരീഫ് ഗോമസിനെ കണ്ടിട്ട് ടൈലറിനോട് പറയുന്നുണ്ട്, ഒരാളെ കൊന്നിട്ടാണ് അയാൾ ഈ നൈസായിട്ട് നടക്കുന്നതെന്ന്. പക്ഷെ ടൈലർ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അപ്പോഴാണ് ഈ പുള്ളിക്ക് ഒരു കോള് വരുന്നത്, ഇന്നലെ കണ്ട ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന്. അപ്പൊ അത് അന്വേഷിക്കാൻ ഈ പുള്ളി അവിടെ നിന്ന് പോവാണ്. ഇവിടെ തെറാപ്പിക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഈ ഡോക്ടർ ഇവരോട് ചോദിക്കുന്നത്, വെനസ്ഡേ അവിടെ നിന്ന് മാറി നിന്നപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ്. അനിയനാണെങ്കിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അച്ഛനും അമ്മയും അതുപോലെ തന്നെ പറയാണ്. എന്നാൽ നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ടൈലർ ഇവളുടെ അടുത്ത് കൊടുത്ത ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് ആരാണ് ഈ ഗാരറ്റ് ഗേറ്റ്, എന്തിനു വേണ്ടിയിട്ട് അച്ഛൻ അയാളെ കൊന്നേന്ന് ചോദിക്കുകയാണ്.
ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അത് ചോദിച്ചപ്പോൾ അമ്മ അവിടെ നിന്ന് പിണങ്ങിപ്പോയി. അതിന്റെ പിന്നാലെ വെനസ്ഡേ പോവാണ്. അതിന്റെ പിന്നാലെ അച്ഛനും പോകുന്നുണ്ട്. അച്ഛനും ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നാൽ വെനസ്ഡേ ആണെങ്കിൽ ഇക്കാര്യം ഞാൻ തനിയെ കണ്ടുപിടിക്കും എന്ന് പറയാണ്. ഇവിടെ ബിയാങ്കോയുടെ അമ്മയാണെങ്കിൽ പുതിയൊരാളെ കല്യാണം കഴിച്ചു എന്നൊക്കെ അവളോട് പറയുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവളുടെ അമ്മ നമ്മുടെ രണ്ടുപേരുടെയും പവേഴ്സ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം, നീ എന്റെ കൂടെ വരണമെന്ന് പറയുമ്പോൾ ബിയാങ്കോ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാൽ നിന്റെ രഹസ്യമൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കുമെന്ന് അമ്മ ഇവളെ ഭീഷണിപ്പെടുത്തുന്നതും കാണുന്നുണ്ടായിരുന്നു. ബിയാങ്കോ അങ്ങനെ ഭയങ്കര വിഷമായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ വെനസ്ഡേ നേരെ പോയത് യൂജീനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ കണ്ടിട്ട് അവന് വേണ്ടി ഹണിയൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ അമ്മമാർ അവിടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു വെനസ്ഡേയെ പറ്റിയിട്ട് യൂജീൻ ഒരുപാട് പറയാറുണ്ടായിരുന്നു, അവന്റെ ഒരു ഫ്രണ്ട് നീ ആയിരുന്നു എന്നൊക്കെ പറയാണ്. അവൾക്ക് നല്ല സങ്കടമുണ്ട്, അവളുടെ കാരണമാണല്ലോ ഇങ്ങനെയെന്നൊക്കെ ഓർത്തിട്ട്. ഷെരീഫ് ഇവിടെ ആ മേർഡർ കേസ് അല്ലെങ്കിൽ ആ ആത്മഹത്യയുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരൻ അവിടെ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് ഗാരറ്റ് ഗേറ്റിന്റെ ആ ഒരു കൊലപാതകത്തിൻ്റെതായിട്ടുള്ള റിപ്പോർട്ട് അയാൾ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ കാണുകയാണ്. ഇവിടെ വെനസ്ഡേയുടെ അമ്മയാണെങ്കിൽ ഏതോ ഒരു ശവക്കല്ലറയിൽ പോയിട്ട് പൂ വെക്കുന്നത് അവൾ യാദൃശ്ചികമായിട്ട് കാണുകയാണ്. അമ്മ അവിടെ പൂ എറിഞ്ഞിട്ടാണ് പോകുന്നത്. ഇവള് പോയി നോക്കുമ്പോഴാണ് അത് ഗാരറ്റ് ഗേറ്റ്സിന്റെ ശവക്കല്ലറയായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. പിന്നീട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫാമിലിയുടെ ഒപ്പം അവർ നിൽക്കുന്നില്ല. അച്ഛനും അമ്മയാണെങ്കിൽ അവളോട് എന്തോ രഹസ്യമുണ്ട്, അത് പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ എനീഡിന്റെ അമ്മയാണെങ്കിൽ പിന്നെയും ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വോൾഫ് ഔട്ടിന്റെ കാര്യം. അപ്പോഴാണ് ഷെരീഫ് അവിടേക്ക് വന്നിട്ട് നമ്മുടെ വെനസ്ഡേയുടെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അമ്മ ഇത് കണ്ടിട്ട് നന്നായി കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് വെനസ്ഡേ ഇവളെ അച്ഛനെ കാണാനായിട്ട് പോവുകയാണ്, എന്താ സത്യം എന്ന് അറിയാനായിട്ട്. അച്ഛനോട് എന്താ അന്ന് ഉണ്ടായത് ആ ഫ്ലാഷ് ബാക്കിനെ പറ്റി ചോദിക്കുകയാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗാരറ്റ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു, ആ പയ്യന് നിന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു റാവൻസിൽ വന്നിട്ട് അവൻ ഞങ്ങൾ രണ്ടാളും അടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദേഷ്യം പിടിച്ച് എന്നെ ഇടിക്കാൻ നോക്കി. അവന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. അങ്ങനെ അവനെ ഇടിക്കുന്ന കൂട്ടത്തില് ഞാൻ അറിയാതെ അവന്റെ വാള് പിടിച്ചപ്പോഴത്തേനും അവൻ വന്നിട്ട് ഈ വാളിന്റെ തുമ്പിലോട്ട് കയറിയതാണ്. അങ്ങനെ അബദ്ധത്തിൽ അവൻ മരിച്ചു പോയതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇത് വലിയ കേസായതെന്നൊക്കെ പറയാണ്. അപ്പൊ വെനസ്ഡേക്ക് ഇവളുടെ അച്ഛന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞതിൽ പകുതിയും നുണയാണെന്ന്. അച്ഛനെ കൊണ്ട് ഒരാളൊന്നും കൊല്ലാൻ പറ്റില്ല എന്ന് നന്നായിട്ട് നമ്മുടെ വെനസ്ഡേക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് പിന്നെയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. അതിനുശേഷം നമ്മുടെ വെനസ്ഡേ ഇക്കാര്യം പോയിട്ട് ഷെരീഫിനോട് സംസാരിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാണ്. എന്നാൽ ഷെരീഫ് ആണെങ്കിൽ നീ എന്താ വിചാരിക്കുന്നത്, ആ ഒരു ചെക്കൻ മരിച്ചതിൽ പിന്നെ അവന്റെ അമ്മ തൂങ്ങി മരിച്ചു, അച്ഛനാണെങ്കിൽ കള്ളു കുടിച്ച് മരിച്ചു, അനീതി വേറെ എങ്ങനെയോ മരിച്ചു, നിന്റെ അച്ഛൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഇവള് പറയുന്നുണ്ട്, ഞാനല്ലേ നിങ്ങളെ ആ മോൺസ്റ്ററിന്റെ അടുത്ത് എത്തിക്കാനായിട്ട് കുറെ എവിഡൻസ് ഒക്കെ കണ്ടുപിടിച്ചാന്ന്, ഞാൻ അങ്ങനെ നുണ പറയില്ല, ഇതും ഞാൻ തന്നെ തെളിയിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് അവള് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ എനീഡിന്റെ അമ്മയാണെങ്കിൽ അവൾക്ക് ഒരു കാർഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അമ്മ പൊതുവെ അവൾക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഇത് കണ്ട് അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇതൊരു ക്യാമ്പിന്റെ കാർഡായിരുന്നു. അതായത് ഇവള് ശരിക്കും വോൾഫായി മാറാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ക്യാമ്പ്. ഇവളുടെ കഴിവിൽ അമ്മയ്ക്ക് വിശ്വാസം ഇല്ല എന്ന് മനസ്സിലായപ്പോൾ എന്നീട് അവിടെ നിന്ന് സങ്കടപ്പെട്ട് എഴുന്നേറ്റ് പോവാണ്. ഇവിടെ നമ്മുടെ വെനസ്ഡേയുടെ അനിയനാണെങ്കിൽ അച്ഛൻ ജയിലിലായിട്ടുള്ള ആ ഒരു സങ്കടത്തിൽ ഇരിക്കുമ്പോൾ വെനസ്ഡേ അവൻ സാധാരണ മീൻ പിടിക്കാറ് തോട്ട പൊടിച്ചിട്ടാണ്. തോട്ടയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് നീ അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുക, നമുക്ക് അച്ഛനെ പുറത്തിറക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ചിലപ്പോ അച്ഛനെ പുറത്തിറക്കുമ്പോൾ അമ്മ അകത്താവാനായിട്ട് ചാൻസ് ഉണ്ട്, അപ്പൊ എന്തും കരുതിയിരിക്കണം, നീ അങ്ങനെ വിഷമിക്കൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്. അമ്മ തനിച്ചൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവൂ എന്ന് അനിയൻ അങ്ങനെ വെനസ്ഡേയോട് പറഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് കത്തി അത് ആ നൈറ്റ് ഷെയ്ഡിന്റെ ആ ഒരു ക്യാമ്പിലായിരിക്കും എന്ന്. അങ്ങനെ വെനസ്ഡേ അവിടേക്ക് പോയപ്പോൾ അമ്മ അവളോട് ചോദിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന്. അങ്ങനെ നമ്മുടെ വെനസ്ഡേ ചോദിച്ചത് ഇത് തന്നെയായിരുന്നു, എങ്ങനെയാണ് മറ്റേ പുള്ളിക്കാരൻ മരിച്ചു പോയതെന്ന്. അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ അച്ഛനല്ല അത് ചെയ്തത്, അച്ഛന്റെ പകരം ഞാനാണ് ചെയ്തത്. അച്ഛൻ നിനക്ക് പറഞ്ഞു തന്ന കഥയൊക്കെ ഓക്കെ തന്നെയാണ്, പക്ഷെ അന്ന് ആ ഒരു അടി ഉണ്ടായ സമയത്ത് നിന്റെ അച്ഛനല്ല ആ വാളെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നത്, അതിന് പകരം ഞാനായിരുന്നു. അവൻ അങ്ങനെ കുത്തേറ്റ് താഴെ വീണപ്പോ താഴെ നിന്ന് ആരോ അലറുന്നത് കേട്ട് അച്ഛൻ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണെന്നൊക്കെ അമ്മ അന്നേരം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു അയാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ വായിൽ നിന്ന് നുരയും പതയും വന്നിരുന്നു, കൃഷ്ണമണി ഉള്ളിലോട്ട് പോയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഈ കുത്തേറ്റിട്ടല്ല അയാൾ മരിച്ചതെന്ന് വെനസ്ഡേ പറയാണ്. അതിന് പകരം നൈറ്റ് ഷെയ്ഡ് പോയിസൺ ഏറ്റിട്ടാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശവക്കല്ലറ ഇവര് പോയി തോണ്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു വിരല് നമ്മുടെ വെനസ്ഡേ മുറിച്ചെടുത്ത് കയ്യിൽ വെക്കുകയാണ്. അപ്പോഴേക്ക് പോലീസ് വന്ന് ഇവരെ വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയാണെങ്കിൽ ഒരു ദിവസം കണ്ടില്ല എന്ന് പറഞ്ഞ് മിസ് ചെയ്യുന്ന എന്നൊക്കെ പറയുമ്പോൾ വെനസ്ഡേ പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന്.
അവൾ അറിയാതെ അതിൽ നിന്ന് ടച്ച് ചെയ്തപ്പോഴാണ് അവൾക്കൊരു വിഷൻ ലഭിക്കുന്നത്. അത് മറ്റൊന്നുമല്ലായിരുന്നു, ഈ ഗാരറ്റിന്റെ അച്ഛൻ ഇവന്റെ കയ്യിൽ ഒരു പോയിസൺ കൊടുത്തയച്ചിരിക്കുകയായിരുന്നു ഈ നെവർമോർ മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അത് അടിക്കിടയിൽ അവന്റെ ദേഹത്ത് തന്നെ പറ്റിയതാണ്. അങ്ങനെയാണ് അവൻ മരിച്ചത്. ഇക്കാര്യം പോയിട്ട് മേയർ, ഈ ഒരു മേയറാണ് അന്നത്തെ ഷെരീഫ്, അയാൾക്കും കൂടെ അറിയാമായിരുന്നു എന്ന മട്ടിൽ ഇവർ സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മേയർക്ക് അറിയാമായിരുന്നു ഗാരറ്റിന്റെ അച്ഛന്റെ സ്ഥലമായിരുന്നു ഈ നെവർമോർ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ദേഷ്യം കൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ മേയറാണ് അന്ന് ഡോക്ടറെ കൊണ്ടുപോലും ഇക്കാര്യങ്ങളൊക്കെ മാറ്റി എഴുതിച്ചത്. അപ്പൊ ഇതൊക്കെ ഒരു ഭീഷണി പോലെ പറഞ്ഞപ്പോൾ ഇവരുടെ അച്ഛനെ വിട്ടയക്കാനായിട്ട് മേയർ തയ്യാറാകുവാണ്. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ വെനസ്ഡേയുടെ അമ്മയ്ക്ക് ഇപ്പോഴാണ് ഇവൾക്ക് വിഷൻ ലഭിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ വെനസ്ഡേയും അമ്മയോട് ഇക്കാര്യം പറയുന്നുണ്ട്. അവള് കാണാറുള്ളത് ഗൂഡിയാണെന്ന് പറഞ്ഞപ്പോൾ അവളൊരു വിച്ചാണ്, മോള് ശ്രദ്ധിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് വെനസ്ഡേക്ക്. അപ്പോഴേക്ക് ഇവളുടെ അച്ഛനാണെങ്കിൽ ഇവിടെ നിന്ന് ഷെരീഫിനോട് ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ഇയാളൊരു പാവമാണെന്ന് ഷെരീഫിനും മനസ്സിലായി. അയാൾ അങ്ങനെ സങ്കടമൊക്കെ തോന്നുന്നുണ്ട് അയാൾക്ക്. പിന്നീട് ഇവരങ്ങനെ ഫാമിലി ഒന്നിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ഇവര് നേരെ സ്കൂളിലേക്ക് തന്നെ വന്നു. ഇവിടെ എനീറ്റിനോട് അവളുടെ അമ്മ പിന്നെയും ക്യാമ്പിന്റെ കാര്യം പറയുമ്പോൾ അമ്മേ എനിക്ക് സമയമാവുമ്പോൾ ഞാൻ മാറും എന്ന് അവള് പറയാണ്. ഇത് കണ്ട് അവളുടെ അച്ഛൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ബിയാങ്കോ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം, പക്ഷെ അതിനുശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പാരന്റ്സ് എല്ലാവരും പോവാൻ നിൽക്കുകയാണ്. വെനസ്ഡേയോടും അവളുടെ പാരന്റ്സ് ഗുഡ് ബൈ പറയുന്നുണ്ട്. അപ്പൊ അമ്മ അവളോട് പറയാണ്, ദേ ഈ ഒരു ജേണല് അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, പിന്നെ നിനക്ക് എന്ത് ആവശ്യം വന്നാലും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും, നീ എന്തും എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞു പോവാണ്. ഈ ജേണല് നോക്കിയപ്പോൾ നമ്മുടെ വെനസ്ഡേക്ക് ഇവരുടെ പ്രിൻസിപ്പള് ഒരു ഷേപ്പ് ഷിഫ്റ്റർ ആണെന്ന് മനസ്സിലായി. റോവനെ കൊന്നത് ഇവരാണെന്ന മട്ടിൽ വെനസ്ഡേ സംസാരിച്ചപ്പോൾ പറഞ്ഞു, റോവനെ കൊന്നത് ഞാനല്ല, പക്ഷെ അന്ന് റോവനായിട്ട് വന്നത് ഞാനാണ്. റോവൻ മരിച്ചു പോയിട്ടുള്ള കാര്യം അവന്റെ അച്ഛന് പോലും അറിയാം, പിന്നെ നീ ഷെരീഫിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. അപ്പോഴാണ് പുറത്തൊരു ബഹളം കേൾക്കുന്നത്. അവിടെ ഫയർ വിൽ റെയിൻ എന്ന് പറഞ്ഞിട്ട് തീയിട്ടിട്ട് ആരോ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് നമ്മുടെ 5th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ആൻസേഴ്സ് കിട്ടാനായിട്ട് ഗുഡിയുടെ സ്പിരിറ്റിനെ വിളിച്ചു വരുത്താൻ നമ്മുടെ വെനസ്ഡേ തീരുമാനിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് മെഴുകുതിരി കെടുന്നു, കാലൊച്ച നടന്നെടുക്കുന്നു. നോക്കുമ്പോ അത് നമ്മുടെ എനിഡായിരുന്നു. ഈ സ്പേസിലേക്ക് സ്പിരിറ്റ് ഒന്നും വരില്ല എന്ന് നമ്മുടെ വെനസ്ഡേക്ക് മനസ്സിലാകുവാണ്. അപ്പോഴാണ് ഒരു പേജ് അവിടേക്ക് പാറി വീണത്. ഇതിന്റെ ക്യാൻസേഴ്സിനായിട്ട് ക്രാക്ക് സ്റ്റോൺ ബിൽഡിംഗിലേക്ക് അർദ്ധരാത്രി വരണമെന്ന്. അന്ന് ബോട്ട് റേസ് ഉണ്ടായ സമയത്ത് ആ കൊടി കൊണ്ടുവച്ചിരുന്ന ഇവൾക്ക് ഒരുപാട് വിഷനൊക്കെ കിട്ടിയ സ്ഥലമില്ലേ, അതന്നെയാണ് ഈ ബിൽഡിംഗ്. ഇവിടെ ഇപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു എന്നിട്ട് പുറത്ത് നിൽക്കുകയാണ്. ഒരു പേടിയും കൂടാതെ നമ്മുടെ വെനസ്ഡേ അകത്തോട്ട് കയറി നടക്കുന്നുണ്ട്. ഒരു സ്പിരിറ്റ് ഒക്കെ അവിടെയുള്ള ഫീലൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പതിയെ പതിയെ ഇവൾ അങ്ങനെ അകത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് സർപ്രൈസ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ഫ്രണ്ട്സ് പുറത്തോട്ട് വരുന്നത്. ഇന്ന് നമ്മുടെ വെനസ്ഡേയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇവര് സർപ്രൈസ് കൊടുത്തതാണ്. നമ്മുടെ കൈയും അതുപോലെ എനിടും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു ഇത്. എന്നാൽ ഇവൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ലാറ്റിൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ വരുമ്പോ തീമഴ പെയ്യുമെന്ന്. അത് കണ്ടിട്ട് അത് എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗത്ത് പിടിച്ചപ്പോ പെട്ടെന്ന് നമ്മുടെ വെനസ്ഡേക്ക് ഒരു വിഷൻ വരികയാണ്. ഈ വിഷനിൽ ഗുഡിയാണ് അവളോട് സംസാരിക്കുന്നത്. നീ കുറച്ചു നാളത്തേക്ക് ആരെയും വിശ്വസിക്കരുത്, കാരണം നീ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് നീ എത്തിച്ചേരാനായിട്ടുണ്ട്. ഈ ഗേറ്റിന് പിറകിലായിട്ടാണ് നിനക്കുള്ള ഉത്തരങ്ങൾ ഉള്ളതെന്നും പറഞ്ഞിട്ട് ഒരു ഗേറ്റ് ആണ് ഇത്തവണ നമ്മുടെ ഗുഡി കാണിച്ചു കൊടുത്തത്. ഇവിടെയാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ആ ഗേറ്റ് ഇവള് വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എനിറ്റിനോട് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ നീ അതൊക്കെ ഒന്ന് വിട്ടേ, നിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാനായിട്ട് നിന്റെ അച്ഛനും അമ്മയും ഗിഫ്റ്റ് തന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ എനിട് അതെടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവള് കരുതി വെച്ച ഗിഫ്റ്റും കൊടുക്കുകയാണ്. അതൊരു സ്കാർഫ് പോലുള്ള ഒരു സാധനമായിരുന്നു. ഇവൾക്ക് ബ്ലാക്ക് കളറിലുള്ളതും അതിന് സ്യൂട്ട് ആവുന്നത് നമ്മുടെ എനിടും വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഇടാന്നൊക്കെ പറയാണ്. പ്രിൻസിപ്പലിനോട് ഇപ്പൊ മേയർ വന്നിട്ട് എന്റെ മകനല്ല ഇന്നലെ അവിടെ തീയിടാനായിട്ടുള്ള കാരണം, അവന് ഞാനിപ്പോ വീട്ടിൽ അടച്ചിട്ടിരിക്കുവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അവനെ ഞാൻ ഇനി ഇങ്ങോട്ട് അയക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആ തീയിട്ട ഭാഗത്ത് വന്ന് നോക്കി നിൽക്കുന്ന നമ്മുടെ വെനസ്ഡേയുടെ അരികിലേക്ക് സേവിയർ വന്നിട്ട് സംസാരിക്കാൻ നോക്കുമ്പോൾ അവള് താല്പര്യം കാണിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ലൂക്കാസ് ആണെങ്കിൽ ഇപ്പൊ ഇവരുടെ സ്കൂളിലോട്ട് വന്നിട്ട് ഈ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കയ്യിൽ ബിയാങ്ക അവളുടെ അമ്മയുടെ ബാൻഡ് കാണുന്നത്. ഇവളുടെ അമ്മയ്ക്ക് കുട്ടികളെയൊക്കെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പവർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ ആ ആപ്പിൽ ഇവനും ചീറ്റ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് ബിയാങ്ക അതിന്റെ പിന്നിലെ രഹസ്യമൊക്കെ ലൂക്കാസിന് പറഞ്ഞു കൊടുത്തപ്പോ അവനും നമ്മുടെ ബിയാങ്കയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുകയാണ്. വെനസ്ഡേ ഇവിടെ യൂജീനെ കാണാൻ വന്നിട്ട് എന്റെ ബർത്ത്ഡേ ശരിക്കും ഇങ്ങനെയൊന്നല്ല ആരും സെലിബ്രേറ്റ് ചെയ്യാറ്, എന്റെ പാരന്റ്സിനെ അത് അറിയുള്ളൂ, ശരിക്കും വിയേർഡ് ആയിട്ടാണ്, വിചിത്രമായിട്ടാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ യൂജീനോട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന് ബോധമൊന്നുമില്ല. ഇവളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തെറാപ്പിസ്റ്റ് അവിടേക്ക് വരുന്നു. ഇവള് പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ ആള് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഈ തെറാപ്പിസ്റ്റ് വരുമ്പോൾ കുറച്ച് ഫ്രഷ് റോസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മേയർ
ഗാരറ്റിന്റെ ഡെത്ത് റിപ്പോർട്ട് ഒന്നുകൂടി ചോദിച്ചപ്പോൾ അതിന്റെ കോപ്പിയൊക്കെ ഇങ്ങേർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വെനസ്ഡേ ടൈലറിനെ കാണാൻ പോകുന്നുണ്ട്. ടൈലർ ആണെങ്കിൽ നിന്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, നീ എന്റെ കൂടെ ഡിന്നറിന് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരെയും വിശ്വസിക്കരുതെന്ന് ഗുഡി പറഞ്ഞതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ കാര്യമായിട്ടൊന്നും നമ്മുടെ ടൈലറിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഷെരീഫ് അവിടേക്ക് വരുന്നത്. ഷെരീഫിനെ കണ്ടപ്പോൾ നമ്മുടെ വെനസ്ഡേ പോയിട്ട് എനിക്ക് നിങ്ങളോട് കുറെ കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പൊ കുറെ കാര്യങ്ങൾ ലിങ്ക് ആയിട്ടാ കിടക്കുന്നത് എന്നൊക്കെ പറയാണ്. പിന്നീട് നമ്മുടെ വെനസ്ഡേ സേവിയറിനെ കാണാൻ പോയിട്ട് ഈ ഗേറ്റ് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പൊ അടുത്ത് സ്വപ്നം കണ്ടതാണ് ഈ ഗേറ്റ് എന്ന് പറഞ്ഞ് അതിന്റെ പടം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വെനസ്ഡേയുടെ പടം കൂടെ നമ്മുടെ സേവിയർ അവിടെ വരച്ചു വെച്ചത് ഈ തിങ്ങി, അതായത് കൈ കാണിച്ചു കൊടുക്കുന്നത്. അത് പിന്നെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വരച്ചതാ എന്ന് പറഞ്ഞപ്പോ അവള് പിന്നെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. ടൈലർ ആണെങ്കിൽ നമ്മുടെ വെനസ്ഡേ എന്തോ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് ബിയാങ്കയ്ക്ക് അവളുടെ ആ സ്നൂഡി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ലൂക്കാസ് അവിടേക്ക് വരുന്നത്. നിങ്ങൾ എന്താ തനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇരിക്കുകയാണെന്ന് ബിയാങ്ക അവനോട് പറയുന്നുണ്ട്. അവർ നല്ല ക്ലോസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അവന്റെയും ഇവളുടെയും അവസ്ഥ ഒരുപോലെ എന്നൊക്കെ പറയാണ്. ഇത് ശരിക്ക് ഗാരറ്റ് ഗേറ്റിന്റെ വീടിന്റെ ആ ഒരു ഗേറ്റ് ആണെന്ന് നമ്മുടെ വെനസ്ഡേ കണ്ടുപിടിച്ചു. അവൾ അവിടെ പോയി നോക്കാൻ നിൽക്കുന്ന നേരം അതിനുള്ളിൽ നിന്ന് ആരോ പുറത്തിറങ്ങി വരികയാണ്. അത് നമ്മുടെ മേയറാണ്. അങ്ങനെ മേയറിനെ ഫോളോ ചെയ്തപ്പോഴാണ് ഞാൻ അതൊക്കെ വന്നിട്ട് പറയാമെന്നും പറഞ്ഞ് ഷെരീഫിനെ ഈ പുള്ളിക്കാരൻ വിളിക്കുന്നത് കാണുന്നത്. ഉടനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാളുടെ കാറിൽ കയറിയിട്ട് നമ്മുടെ വെനസ്ഡേ ഇരിക്കുകയാണ്. പക്ഷെ ഷെരീഫിനെ കാണാൻ എത്തുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ മേയറിനെ ഒരു കാറ് വന്ന് ഇടിച്ച് തെറിപ്പിച്ച് പോകുകയാണ്. അവിടെ നിന്ന് ആ ഒരു കാറിൽ നിന്ന് ഇവൾ ഇറങ്ങി വരുന്നത് നമ്മുടെ ഷെരീഫും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മുടെ വെനസ്ഡേ അതുപോലെ തന്നെ പറഞ്ഞു. പക്ഷെ അതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന മട്ടിലാണ് ഷെരീഫ് ഇരിക്കുന്നത്. അതിനകത്ത് എന്തോ ഒരു പ്രേതോ പിശാചോ അത്തരത്തിൽ എന്തോ കാര്യമുണ്ടെന്ന് വെനസ്ഡേ പിന്നെയും തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മേയർക്ക് ഈ അപകടം പറ്റിയതിൽ ഇവളുടെ കറുത്ത കരങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പ്രിൻസിപ്പള് ഈ സ്കൂൾ തന്നെ ലോക്ക്ഡൌൺ ആക്കി വെച്ചിരിക്കുവാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ മിസ് തോൺ നമ്മുടെ വെനസ്ഡേയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നാ നിങ്ങൾ എന്നെ സമാധാനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എനിക്കറിയാമെന്ന് ഇവള് ദേഷ്യപ്പെട്ടിട്ട് മിസ് തോണിനോട് പറഞ്ഞയക്കുന്നുണ്ട്. എന്നാലും ഒരു ചെറിയ കാര്യമുണ്ട്, ഇനി ആരും ഈ സ്കൂളിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പാടില്ല, ഇവൾക്കാണെങ്കിൽ പുറത്തോട്ട് പോവുകയും വേണമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ടൈലറിനെ വിളിച്ചിട്ട് നമുക്ക് ഡിന്നറിന് പോകാം എന്ന് ഇവള് സെറ്റ് ആക്കുകയാണ്. അപ്പോഴാണ് ഷെരീഫ് ഇത് കേട്ടിട്ട് വരുന്നത്. അവൾ നിന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് ഷെരീഫ് പറയുമ്പോൾ നമ്മുടെ അമ്മയുടെ കാര്യത്തിൽ നിങ്ങളിത് നോക്കിയില്ലല്ലോ എന്ന് ടൈലർ പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് എനിറ്റിനോട് നമുക്ക് ഒന്നിച്ച് പുറത്തു പോവാം, നമുക്ക് ഇന്നൊരു നൈറ്റ് സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വിളിച്ചുകൊണ്ട് പോവാണ്. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹാൻഡ് നോക്കിക്കോളും. അങ്ങനെ എനിടും നമ്മുടെ വെനസ്ഡേയും കൂടെ പുറത്തോട്ട് പോകുമ്പോൾ ടൈലർ അവിടെ ഉണ്ടായിരുന്നു. ടൈലർ ആദ്യം വിചാരിച്ചത് ഇവരുടെ ഡേറ്റ് ആണെന്ന്, എന്നിട്ടാണെങ്കിൽ ഗേൾസ് പാർട്ടി ആണെന്നൊക്കെ വിചാരിച്ച് പുറത്തിറങ്ങിയത്. എന്നാൽ നമ്മുടെ വെനസ്ഡേയുടെ മനസ്സിലാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോവേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സേവിയർ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഹാൻഡിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ അറിയാണ് ഇവർ എവിടേക്കാ പോയതെന്ന്. ഈ ഒരു ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേനും ടൈലറും എനിടും എന്റെ പൊന്നു ചങ്ങാതി നീ ഇങ്ങോട്ടാണ് വിളിച്ചു വരുത്തിയത്, ഇങ്ങോട്ടാണെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അറിയണമായിരുന്നു. അങ്ങനെ ഗ്യാരേജിലേക്ക് ഇവർ 3 പേരും ചേർന്ന് കടക്കാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ടാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അവൾക്ക് നല്ല പവറാണ്. ഇവിടെ കിടക്കുന്ന ഈ കാറ് വെച്ചിട്ടാണ് മേയറിന് അപകടം പറ്റിയതെന്ന് നമ്മുടെ വെനസ്ഡേ പറയുകയാണ്. എന്നിട്ട് ഇവര് അകത്തോട്ട് കടന്നപ്പോൾ ഈ ഗേറ്റ് ഫാമിലിയുടെ ഫാമിലി ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിയുണ്ട്, അതായത് നമ്മുടെ ഈ ഗാരറ്റിന്റെ അനിയത്തി. അതിനുശേഷം ഇവര് ഹാളിലോട്ട് കടന്നപ്പോൾ അവിടെ ഒരു സീക്രട്ട് ആയിട്ടുള്ള പ്ലേസ് കാണുകയാണ്. അതിനകത്തായിട്ട് ഈ ക്രാക്ക് സ്റ്റോണിന്റേതായിട്ടുള്ള ഒരു പടമുണ്ട്. അതിന്റെ ഫ്രണ്ടിലുള്ള മെഴുകുതിരി ഇപ്പൊ കത്തിയത് നിലയ്ക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ ടൈലറിനോട് ഇവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ വെനസ്ഡേയും എനിടും കൂടെ മുകളിലത്തെ നിലയിൽ ചെക്ക് ചെയ്യാൻ പോകുവാണ്. എനിഡിനെ ഒരു വശത്തേക്ക് പറഞ്ഞയച്ചിട്ട് വെനസ്ഡേ മറ്റൊരു വശത്തേക്ക് പോവാണ്. എനിടാണെങ്കിൽ ആകെ പേടിച്ച് പണ്ടാറടങ്ങിയിട്ടാണ് പോകുന്നത്. അതിലൊരു മുറി കണ്ടപ്പോൾ അവള് പെട്ടെന്ന് വെനസ്ഡേ വിളിച്ചു വരുത്തി. കാരണം ഇതിലെ ഒരു റൂം മാത്രം ഇപ്പോഴും യൂസ് ചെയ്യുന്ന രീതിയാണ് ഇരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള റോസിന്റെ ഒരു പെട്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ടൈലർ ദേ ഇവിടെ മോൺസ്റ്റർ വന്നു എന്ന് വിളിച്ചു പറയുന്നത്. മോൺസ്റ്റർ വരുന്നത് കണ്ടപ്പോഴത്തേനും ഇവർ അവിടെ ഉണ്ടായിരുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ എലവേറ്ററിൽ കയറുന്നുണ്ട്. മോൺസ്റ്റർ വരുമ്പോഴേക്കും ഇവർ അത് അടച്ചു. പിന്നെയും മോൺസ്റ്റർ ഇവരെ പിടികൂടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഇവരിരുന്ന ഈ ഒരു എലവേറ്റർ പൊട്ടി താഴേക്ക് പതുക്കോ എന്ന് പറഞ്ഞു വീഴുന്നത്. ഇവർ ചെന്ന് വീഴുന്നത് ഒരു പഴയ ബേസ്മെന്റിലേക്കാണ്. ഇവിടെയും നല്ല ക്ലീൻ ആയിട്ടാണ് ഇരുന്നിരുന്നത്. മിസ്സിംഗ് ആയിട്ടുള്ള ബോഡിയിലുള്ള പാർട്സ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ വെനസ്ഡേ കാണുകയാണ്. അപ്പോഴത്തേനും ഈ മോൺസ്റ്റർ ഇവിടേക്ക് വരുന്നുണ്ട്. ഇവൾക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവള് പുറത്തേക്ക് എത്തി. അങ്ങനെ ടൈലർ അവിടെ എവിടെയോ ഉണ്ട്, അത് ചെക്ക് ചെയ്യാനായിട്ട് ഇവര് പോവാണ്. ടൈലറിന് ഒരു മാന്തലൊക്കെ കിട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് സേവിയർ അവിടേക്ക് വരുന്നത്. അതോടെ നമ്മുടെ വെനസ്ഡേയുടെ സംശയം വർദ്ധിക്കുകയാണ്. അങ്ങനെ ടൈലറിന് ഇതൊക്കെ റെഡിയാക്കി കൊടുത്തോണ്ടിരിക്കുന്ന സമയം ഷെരീഫിനെ കണ്ടപ്പോൾ നമ്മുടെ വെനസ്ഡേ ഷെരീഫുമായിട്ട്
പിന്നെയും ഇവിടേക്ക് വന്നു. പക്ഷെ അവർ നേരത്തെ കണ്ട പോലെയല്ല, ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. നീ എന്റെ മകന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണം, പിന്നെ ഈ കേസിൽ നിന്നും നീ വിട്ടു നിൽക്കണം, ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് ഞാൻ അകത്താക്കുമെന്ന് ഷെരീഫ് പറയുകയും ഇവളെ തിരിച്ചു കൊണ്ടുചെന്ന് ആക്കുകയും ചെയ്തു. ഇത് കണ്ട പ്രിൻസിപ്പൾ ആണെങ്കിൽ നീ പറഞ്ഞത് കേൾക്കാതെ പുറത്തു പോയതുകൊണ്ട് നിന്നെ ഞാൻ പുറത്താക്കൂ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. റോബൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ചിലപ്പോൾ ഞാനായിരിക്കാം ഈ സ്കൂളിനെ രക്ഷിക്കാൻ പോകുന്നത്. റോബൻ അത് തെറ്റിദ്ധരിച്ചതായിരിക്കാം. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു ചാൻസ് കൂടെ തരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെനസ്ഡേ ചോദിച്ചപ്പോ പ്രിൻസിപ്പൾ അങ്ങനെ ഒരേ ഒരു ചാൻസ് എന്ന് പറയാണ്. എന്നിട്ടാണെങ്കിൽ ഇപ്പൊ റൂം മാറാനായിട്ട് ഇരിക്കുകയായിരുന്നു. നിന്നെ ഞാനൊരു ഫ്രണ്ട് ആയിട്ടാ കണ്ടത്. ഞാൻ നിന്റെ ഫ്രണ്ട് ആയിട്ടിരിക്കാൻ ഒരുപാട് ഞാൻ ശ്രമിക്കുകയും ചെയ്തു. നിന്നെ പറ്റി പല കുട്ടികളും ഓരോന്ന് പറയുമ്പോഴും അവരെയൊക്കെ തിരുത്തി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ്. പക്ഷെ നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? നീ എന്നെ ഓരോ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കുകയാണ്. ഇനി നീ തനിച്ചിവിടെ നിന്നോ എന്ന് പറഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയപ്പോ നമ്മുടെ വെനസ്ഡേക്ക് നല്ല രീതിയിൽ അത് ഫീൽ ആവുന്നുണ്ട്. അവളുടെ ഫേസിൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോഴാണ് അവിടെ നിന്ന് എടുത്ത ആ ഒരു പെട്ടി അവൾക്ക് ഓർമ്മ വരുന്നത്. ആ പെട്ടി അവൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പെട്ടിയുടെ അടിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് അവൾക്ക് കിട്ടുകയാണ്. ഈ ഫോട്ടോസ് ഒക്കെ തന്നെ നമ്മുടെ വെനസ്ഡേയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. അപ്പൊ ആരാണ് ആ മോൺസ്റ്റർ എന്ന് കണ്ടുപിടിക്കണം. ഇതേ സമയത്ത് ഈ മേയറിന്റെ ഓക്സിജൻ മാസ്ക് ആരോ അഴിച്ചിടുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. മേയറിന്റെ ഫ്യൂണറൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തത് ആരായിരുന്നാലും അവൻ ഇക്കൂട്ടത്തിൽ തന്നെ വളരെ മാന്യതയോടുകൂടി നിൽക്കുന്നുണ്ടായിരിക്കും. എന്റെ അടുത്ത നീക്കം എന്താണെന്ന് നിരീക്ഷിക്കുകയായിരിക്കും എന്ന് നമ്മുടെ വെനസ്ഡേ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ആരാണ് മോൺസ്റ്റർ എന്ന് നിങ്ങൾക്ക് ക്ലൂ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമന്റ് ചെയ്യുക. സീരീസ് കാണാത്ത കൂട്ടുകാര് സ്പോയിലർ ഇടരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ വെനസ്ഡേ ആരോ ഓടി മറയുന്നത് കാണുന്നത്. പുള്ളിക്കാരി അപ്പൊ തന്നെ അയാളെ പിന്നാലെ ഓടുകയാണ്. പക്ഷെ ഒരിടയ്ക്ക് വെച്ചിട്ട് അയാളെ മിസ്സായി പോയി. നോക്കുമ്പോൾ ഒരു തൊപ്പിയിട്ട് കയ്യിൽ ഇങ്ങനെ ഷോക്കിന്റെ പവറുള്ള ഒരാളായിരുന്നു അത്. ഇവിടെയാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ വെനസ്ഡേയുടെ അങ്കിൾ ആയിട്ടുള്ള അങ്കിൾ ഫോസ്റ്റർ ആണ്. ഈ പുള്ളി ഒരു കള്ളനൊക്കെയാണ്. അപ്പൊ ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നി, ഇവളെ ഒന്ന് കാണാൻ തോന്നി. അപ്പൊ ഇവൾക്കൊരു സഹായം എന്തോ ചെയ്യാനുണ്ടെന്ന് അയാൾക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നി എന്നൊക്കെ പറയാണ്. നമ്മുടെ വെനസ്ഡേ അയാളെയും കൂട്ടിക്കൊണ്ട് നേരെ ബി ഹൗസിലേക്ക് വരികയാണ്. ഇയാൾക്ക് ഈ തേനീച്ചകളൊക്കെ പിടിച്ച് കഴിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യരുത്, ഇത് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതാ എന്നൊക്കെ വെനസ്ഡേ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ആ മോൺസ്റ്ററിന്റെ പടം കാണിച്ചു കൊടുത്തപ്പോ ഇയാൾ പറഞ്ഞു ഇത് മോൺസ്റ്റർ അല്ല, ഇതൊരു ജീവിയാണ്, ഇത് ഹൈഡ് എന്നാണ് ഇതിന്റെ പേര്. ഇതിനെക്കുറിച്ച് നിനക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഫോക്ലോറിന്റെ ഒരു പുസ്തകമുണ്ട്, അത് നൈറ്റ് ഷെയ്ഡ് ലൈബ്രറിയിലാണ് നിന്റെ അച്ഛൻ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നീ അതൊന്ന് ജസ്റ്റ് നോക്ക് എന്നൊക്കെ പറയാണ്. ഇയാളെ പരിചയത്തിൽ ആരും ഇത്തരത്തിൽ ഹൈഡൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ അങ്കിള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം ഈ പുസ്തകം ഇവൾക്ക് അറിയില്ല, അതുകൊണ്ട് അങ്കിളിന്റെ സഹായത്തോട് കൂടിയിട്ട് നൈറ്റ് ഷെയ്ഡ് ലൈബ്രറിയിലേക്ക് പോവാ എന്നിവർ തീരുമാനിക്കുകയാണ്. അങ്കിളിനോട് തേനീച്ച എടുത്ത് കഴിക്കരുതെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളിങ്ങനെ നോവലൊക്കെ എഴുതുന്നുണ്ട്. അതായത് അവളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവൾ ഈ നോവലായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം എനിഡിനെ അവൾക്ക് മിസ് ചെയ്യുന്ന പോലെ തോന്നുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ എനിഡ് അവിടേക്ക് വന്ന് കയറിയിട്ട് ഞാനൊരു സാധനം ഇവിടെ മറന്നു വെച്ചു എന്ന് പറയുമ്പോൾ നീ ഇപ്പൊ 24 മണിക്കൂറിൽ 3-4 വട്ടമായാലോ സാധനങ്ങൾ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്, അതിന്റെ കാരണം എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഓ അപ്പൊ നിനക്ക് ഞാൻ ഇവിടേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ലേ എന്ന് എനിഡ് ചോദിക്കുകയാണ്. അല്ല, എനിക്ക് തനിച്ചിരിക്കാനാണ് ഇഷ്ടമെന്ന് അവളും പറയുന്നുണ്ട്. അവരങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സംസാരിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് വൈകുന്നേരം നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ ലൈബ്രറിയിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മുടെ സേവിയർ നിൽക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല, എല്ലാ സ്ഥലങ്ങളിലും നീ ഉണ്ടായിരുന്നു. ആ ഒരു മോൺസ്റ്ററിന്റെ അറ്റാക്ക് നടന്ന സ്ഥലങ്ങളിലൊക്കെ നീ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നീ അല്ല എന്ന് സംശയിക്കാതിരിക്കാൻ എനിക്ക് കാരണങ്ങളൊന്നുമില്ല. പോരാത്തതിന് നീ അതിന്റെ പിക്ചേഴ്സ് വരച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് പ്രാന്താണ്. നിനക്ക് എന്താ ഞാൻ പറഞ്ഞതൊന്ന് വിശ്വസിച്ച? ഞാൻ നിന്നെ ഫ്രണ്ട് ആക്കാനല്ലേ നോക്കിയിരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേവിയർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് അങ്കിൾ അവിടേക്ക് വരുന്നത്. അങ്കിൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ തിങ്, അതായത് ആ ഹാൻഡും കൂടെ അവരെ വരുന്നുണ്ട്. ഈ അങ്കിളും ഹാൻഡും തമ്മിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇയാൾ ഇങ്ങനെ മോഷണത്തിലൊക്കെ പോകുന്നതാണല്ലോ, അപ്പൊ അങ്ങനത്തെ എന്തോ ഫ്ലാഷ് ബാക്ക് ആണ് സംഭവം. അങ്ങനെ നമ്മുടെ തിങ് എവിടെയാണ് ഈ ബുക്ക് ഉള്ളതെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ആ പുസ്തകം എടുത്ത് ഇവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഇവള് നേരെ റൂമിലേക്ക് വന്നിട്ട് ഈ പുസ്തകം വായിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ ഹൈഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മാസ്റ്റർ ഉണ്ടായിരിക്കും. ഹൈഡ് എന്ന് പറയുന്നത് ചില മനുഷ്യന്മാരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ ഹിപ്നോട്ടൈസോ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തോ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മാസ്റ്റർ ഉണ്ടായിരിക്കും എന്ന്. അപ്പോഴാണ് മിസ് തോൺ അവിടേക്ക് കയറി വരുന്നത്. എന്നിട്ട് എന്നിട്ട് നിന്റെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് എനിക്കൊരു നോട്ടീസ് തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും എന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെ അല്ല. ഇപ്പോൾ എന്നെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നമ്മുടെ വെനസ്ഡേ അവരോട് പറയുന്നത്.
പറയാണ്. ഈ സമയത്ത് അങ്കിൾ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ വെനസ്ഡേയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് രണ്ടുപേരെ കണ്ടുപിടിക്കണം, ആ മാസ്റ്ററിനെയും ഹൈഡിനെയും. പിറ്റേന്നത്തെ ദിവസം തൊട്ട് സേവിയറിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. സേവിയർ ആരോ ഫോൺ ചെയ്തിട്ട് പോകുന്നത് കാണുന്നുണ്ട്. അങ്കിളും വെനസ്ഡേ ആണെങ്കിൽ പുള്ളിക്കാരൻ ഒരു സൂപ്പർ വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി പോയിട്ട് നമ്മുടെ സേവിയറിനെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുകയാണ്. സേവിയർ ഒരാളെ കാണാനായിട്ട് പോയത്. ഇവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളെ തെറാപ്പി ചെയ്യുന്ന ആ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ആ ഡോക്ടറെ അടുത്തേക്കാണ് സേവിയർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ വെനസ്ഡേക്ക് മനസ്സിലാവുകയാണ് ഇതാണ് ആ ഒരു മാസ്റ്റർ എന്ന്. അങ്ങനെ ഇവള് ഇക്കാര്യം വന്ന് പ്രിൻസിപ്പലിനോട് പറയുമ്പോൾ അവിടെ ഓൾറെഡി ഈ ഡോക്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അത് അപ്പൊ പറയാനായിട്ട് സാധിച്ചില്ല. ഞാൻ പിന്നെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെനസ്ഡേ അവിടെ നിന്ന് പുറത്തോട്ട് പോവാണ്. അതിനുശേഷം ഇവര് ടൈലറിന്റെ ഈ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ടൈലർ അവിടേക്ക് വരുന്നത്. ടൈലറിന് അങ്കിളിനെ നമ്മുടെ വെനസ്ഡേ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഈ പുസ്തകത്തിലുള്ള ഹൈഡിന്റെ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഹൈഡ്, ഇതിനൊരു മാസ്റ്റർ ഉണ്ടായിരിക്കും, അങ്ങനത്തെ കാര്യമൊക്കെ പറയാണ്. അപ്പോഴാണ് ഷെരീഫ് അവിടേക്ക് വരുന്നത്. എന്നാൽ ടൈലർ പറഞ്ഞു ഇവളല്ല, ഞാനാണ് അവളോട് സംസാരിച്ചതെന്ന്. ഇപ്പൊ ഇവിടെ എന്തോ ബാങ്ക് മോഷണം പോയിട്ടുണ്ട്, അപ്പൊ അതിന്റെ നോട്ടീസ് എന്തോ കൊണ്ടുകൊടുക്കാൻ വന്നതായിരുന്നു. ടൈലർ അങ്ങനെ വെനസ്ഡേയോട് ഇന്ന് വൈകുന്നേരം നീ എന്റെ കൂടെ ഒരു ഡേറ്റിന് വരണം എന്ന് പറയുന്നുണ്ട്. വെനസ്ഡേക്ക് ആണെങ്കിൽ പിന്നെ തിരിച്ചൊന്നും പറയാൻ തോന്നിയില്ല, കാരണം ഒരു വട്ടം പറ്റിച്ചതാണല്ലോ. അതുകൊണ്ട് ഈ ഒരു പുസ്തകം തിങ്ങിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൾ അങ്ങനെ ടൈലർ വിളിച്ച സ്ഥലത്തേക്ക്, ടൈലർ വിളിച്ചിട്ടുണ്ടായിരുന്ന ഈ ക്രാക്ക് സ്റ്റോണിന്റെ ബിൽഡിങ്ങിലേക്കായിരുന്നു, അവിടേക്ക് പോവാൻ തുടങ്ങുകയാണ്. ഇവിടെയാണെങ്കിൽ എന്നിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ ഈ പുസ്തകം കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള്. ടൈലറിന്റെ അടുത്തോട്ട് പോയപ്പോൾ ടൈലർ ആണെങ്കിൽ നീ കണ്ണടച്ച് പിടിക്കുക, നിനക്ക് സർപ്രൈസ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്തോട്ട് കയറ്റുകയാണ്. അവിടെ നല്ല അതിമനോഹരമായിട്ട് ഇവൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിനക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഒരു TV ഷോ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അത് റൊമാൻറ്റിക് ആയിട്ടുള്ള TV ഷോ ആയിരുന്നത് കൊണ്ട് നമ്മുടെ വെനസ്ഡേക്ക് ആണെങ്കിൽ അതൊരു ടോർച്ചർ പോലെ തോന്നുകയാണ്. ഇവിടെ എന്തോ ശബ്ദം കേട്ടിട്ട് അവിടെ പോലീസുകാർ അന്വേഷിക്കുന്നൊക്കെയുണ്ട്. അന്നേരം നമ്മുടെ ടൈലർ വെനസ്ഡേയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഫ്രണ്ടിനേക്കാൾ ഉപരി ഒരുപാട് സ്നേഹിക്കണം എന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അതൊന്നും എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ല എന്ന് പറയാണ്. പക്ഷെ ഇവര് എങ്ങനെയൊക്കെയോ കിസ് ചെയ്യാൻ പോയപ്പോഴേക്കും ഷെരീഫ് അവിടേക്ക് വന്നിട്ട് ഇവിടെ ഒരു ബാങ്ക് മോഷണം പോയത് പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഒരു ഒച്ച കേട്ടപ്പോൾ വന്നതാണെന്ന് പറയാണ്. ഇവരുടെ കിസ്സിംഗ് സീൻ അങ്ങനെ മുടങ്ങി. തിരിച്ച് നമ്മുടെ വെനസ്ഡേ വന്ന് നോക്കുമ്പോൾ ഇവരുടെ പുസ്തകം മോഷണം പോയിട്ടുണ്ട്. നമ്മുടെ തിങ്ങിനാണെങ്കിൽ അപകടം പറ്റിയിട്ടുണ്ട്. തിങ്ങിന്റെ അടുത്ത് നിന്ന് ബ്ലഡ് വരുന്നത് കണ്ടിട്ട് അവൾ അതിനെ എടുത്തുകൊണ്ട് വേഗം അങ്കിളുടെ അടുത്തോട്ട് ഓടിപ്പോയിട്ട് എന്തേലും ചെയ്യുന്നു പറയാണ്. അങ്കിളിന് ഇങ്ങനെ ഷോക്ക് അടിപ്പിക്കാനുള്ള പവർ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ പുള്ളി. അന്നേരം നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ നീ എന്നെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞിട്ട് തിങ്ങിനെ വഴക്ക് പറയുന്നു. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. നമ്മുടെ തിങ്ങും വെനസ്ഡേ എത്രത്തോളം അറ്റാച്ച്ഡ് ആണെന്ന് മനസ്സിലാവുന്ന സീൻ. അങ്ങനെ നമ്മുടെ തിങ്ങിന് കുറച്ചൊരു ജീവൻ വരെയാണ്. ഇവനെ ഇത്രയ്ക്ക് വേദനിപ്പിച്ചത് ആരായാലും അതിന്റെ 10 മടങ്ങ് ഇരട്ടി ഞാൻ അയാളെ വേദനിപ്പിക്കുമെന്ന് നമ്മുടെ വെനസ്ഡേ അന്നേരം അങ്കിളിനോട് പറയുന്നുണ്ട്. എന്നിട്ട് അങ്കിളിനോട് ഇവിടെ നിന്ന് പൊക്കോളാനും പറയാണ്. അതിനുശേഷം ഇക്കാര്യം വന്നിട്ട് പ്രിൻസിപ്പലിനോട് പറയുന്നുണ്ട്. അന്നേരം മിസ് തോൺ അവിടെ നിന്നിരുന്നു. പ്രിൻസിപ്പൽ അവരെ പറഞ്ഞയച്ചു. ഈ ഹൈഡാണ് ഇതിന്റെ പിന്നില്, അതുപോലെ ഫോക്നോറിന്റെ പുസ്തകത്തിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് എനിക്ക് ഇക്കാര്യങ്ങളൊക്കെ മുന്നേ അറിയാമായിരുന്നു, പക്ഷെ ഇതൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ നെവർമോർ തന്നെ ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഇത് മറച്ചു വെച്ചതാണ്, നീയും ഇനി അതിൽ പോയിട്ട് ഇടപെടരുതെന്നും പറഞ്ഞ് നമ്മുടെ വെനസ്ഡേയെ വഴക്ക് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ ലൂക്കാസ് നമ്മുടെ വെനസ്ഡേക്ക് ഒരു സാധനം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. മേയർ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോറൽ ഗേറ്റിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല എന്നറിയാണ്. ഉടനെ വെനസ്ഡേ ഡോക്ടറുടെ അടുത്തോട്ട് വന്നിട്ട് നിങ്ങളാണ് ലോറൽ ഗേറ്റ് എന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ സേവിയറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുവാണ്, അതിന്റെ തെളിവൊക്കെ എന്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ശരിക്കും ഭ്രാന്താണ്, നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയാണ്. ഇവിടെ പോകുന്ന സമയത്ത് ഈ ഡോക്ടർ പ്രിൻസിപ്പലിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പോഴാണ് റൂമിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ആ മോൺസ്റ്റർ അവിടേക്ക് വന്ന് ഈ ഡോക്ടറിനെയും ഇല്ലാതാക്കി കളയാണ്. ഷെരീഫ് അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് സേവിയറിന്റെ കാര്യം പിന്നെയും ഇവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ പിന്നെയും സേവിയറിന്റെ അടുത്തോട്ട് പോയി എന്നിട്ട് പറഞ്ഞു അന്ന് എന്റെ തിങ്ങിനെ കുത്തിയത് നീ ഈ കത്തി കൊണ്ടാണ്, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന്റെ തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട്, കാരണം റോവന്റെ കണ്ണട ഇവിടെ ഇരിപ്പുണ്ട്, അതുപോലെ യൂജിന്റെ വേറെന്തോ സംഭവം ഇരിപ്പുണ്ട്, ഈ ഡോക്ടറുടെ നെക്ലേസ് അവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ പോരാത്തതിന് അവൻ ഈ പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്, അപ്പൊ നീ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ പിന്നെയും നമ്മുടെ സേവിയർ ആണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. പക്ഷെ അവിടേക്ക് നമ്മുടെ വെനസ്ഡേ പോലീസുകാരെ കൂട്ടിക്കൊണ്ടാ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് സേവിയറിനെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ശേഷം ഇവള് റൂമിലോട്ട് വന്നപ്പോൾ എന്നിട്ട് ഇങ്ങോട്ട് താമസം മാറിയിരിക്കുകയാണ്. അവള് പറയുന്നുണ്ട് എനിക്ക് നിന്നെ വിട്ടിട്ട് അങ്ങനെ ഒരുപാട് ദിവസമൊന്നും നിൽക്കാനൊന്നും സാധിക്കില്ല, നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് റീതിങ്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ വെനസ്ഡേക്ക് ഒരു ചെറിയ ക്ലിക്ക് വരികയാണ്. അവള് പിന്നെ ടൈലറിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ടൈലറിനെ കണ്ടിട്ട് അവിടുന്ന് അവൻ എന്തോ ക്ലീൻ ചെയ്തോണ്ടിരിക്കണായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് അവള് പറയാണ് ഞാൻ ചെയ്തത് എന്തോ തെറ്റായോ, സേവിയർ അല്ല ഇനി കുറ്റം ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്.
അന്നേരം ടൈലറും പറയുന്നുണ്ട് സേവിയർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കും തോന്നുന്നില്ല എന്ന്. പിന്നെ ഇന്നലത്തെ ഒരു എഫെക്ഷൻ കൊണ്ട് ഇവരങ്ങനെ പിന്നെയും അവിടെ കിസ് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വെനസ്ഡേക്ക് പിന്നെയും ഒരു വിഷൻ വരുന്നുണ്ട്. ആ വിഷൻ കാണിച്ചത് മറ്റൊന്നല്ലായിരുന്നു, ഈ ഡോക്ടറിനെ ഇല്ലാതാക്കിയ മോൺസ്റ്റർ, അതായത് ഇവരെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന മോൺസ്റ്റർ, ആ ഹൈഡ് നമ്മുടെ ടൈലർ ആണെന്ന്. ഞാൻ ആദ്യമായിട്ട് ഒരാളെ കിസ് ചെയ്തപ്പോൾ അയാൾ ഇപ്പൊ ഇത്രയും വലിയ ഭീകരനായ മോൺസ്റ്റർ ആണ് എന്ന് പറഞ്ഞ് നമ്മുടെ വെനസ്ഡേ ഓടുകയാണ് പുറത്തേക്ക്. പിറ്റേന്ന് രാത്രി വീണ്ടും ടൈലറിനെ വിളിച്ചു വരുത്തിയ വെനസ്ഡേ അവൻ എന്തോ സർപ്രൈസ് കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയിരിക്കുവാണ്. നീയാണ് ആ മോൺസ്റ്റർ എന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായതാണ്. നീ ഇനി അധികം അഭിനയിക്കൊന്നും വേണ്ട എന്ന് അവള് പറയുമ്പോൾ ഇവനാണെങ്കിൽ നിനക്ക് പ്രാന്താണോ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് മോൺസ്റ്ററിനെ കണ്ടത് ക്രാക്ക് സ്റ്റോൺ ബിൽഡിംഗിൽ വെച്ചാണ്. ഞാൻ അവിടെ പോകുന്ന കാര്യം നിനക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എവിടെയൊക്കെ മോൺസ്റ്ററിനെ കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ നിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് ഇവള് പറയാണ്. പിന്നെ നമ്മുടെ വെനസ്ഡേ വിഷനും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഞാനാണ് മോൺസ്റ്റർ എങ്കിൽ നീ എന്ത് ധൈര്യത്തിലാണ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് അയാൾ ചോദിച്ചപ്പോ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതായത് ബിയാങ്കയും കൂട്ടരും. ഇവരെല്ലാവരും ചേർന്ന് ടൈലറിനെ സേവിയറിന്റെ ആർട്ട് മുറിയിൽ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, നീ ശരിക്കും നോർമൽ അല്ല, നിന്റെ അമ്മ ഒരു ഔട്ട്കാസ്റ്റ് ആണ്, അത് ഞങ്ങൾക്കും അറിയാം. അതായത് ഇവരുടെ കൂട്ടത്തിൽ പെടുന്ന ആള്. അവർക്ക് ഹൈഡ് ആവാനായിട്ട് കഴിയുമായിരുന്നു. ആ കഴിവ് തന്നെ ടൈലറിനുമുണ്ട്. പക്ഷെ ആ കഴിവ് ഇവനെ പുറത്തെടുക്കാൻ സഹായിച്ചത് ഡോക്ടർ ആണെന്നാണ് ഇവർ ഇപ്പോഴും പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ഇവർ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നില്ല. അവന് ഉപദ്രവിച്ച് ചോദിക്കാമെന്ന് ഇവള് പറയുമ്പോൾ നമ്മുടെ ബിയാങ്കയും കൂട്ടരും ഇതൊന്നും കൂട്ടു നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് നമ്മുടെ വെനസ്ഡേ ഇവിടെ ഒറ്റയ്ക്കായി പോകുന്നുണ്ടായിരുന്നു. സോ ഇവിടെയാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ ബിയാങ്കയും കൂട്ടരുമാണെങ്കിൽ ഇക്കാര്യം വന്ന് ആ പ്രിൻസിപ്പലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വെനസ്ഡേ ടൈലറിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന്. പ്രിൻസിപ്പൽ ആണെങ്കിൽ ഷെരീഫിനോട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വെനസ്ഡേ ഒരു ചുറ്റികയൊക്കെ പിടിച്ച് ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടേക്ക് നമ്മുടെ പോലീസുകാർ വരികയും ഇവളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നേരം ഈ ഷെരീഫിനോട് വെനസ്ഡേ ചോദിക്കുന്നുണ്ട്, ഞാനെന്ന് ആ DNA പ്രോസസ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകനാണ് ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലായിട്ടും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ സേവിയറിനെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. പ്രിൻസിപ്പൾ ഇവൾക്ക് ജാമ്യം എടുത്ത് പുറത്തോട്ട് പോകുമ്പോൾ ടൈലറിന് ഇവളോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ ഭയങ്കരമായിട്ട് അഹങ്കാരം പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ എന്തായി, നീ തോറ്റുപോയില്ലേ, ഞാനും ഇതൊക്കെ തന്നെ കണക്ക് കൂട്ടിയാണ് നിന്നോട് അടുത്തത്, ഇനി അടുത്തത് നീയാണ്, നിന്നിലേക്കുള്ള ലക്ഷ്യമായിരുന്നു ഇതെല്ലാം എന്നൊക്കെ നമ്മുടെ ടൈലർ അവളോട് പറയാണ്. ശരിക്കും നമ്മുടെ വെനസ്ഡേക്ക് അവള് മുഴുവനായിട്ട് അങ്ങ് ഇല്ലാതായ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് അതിന് ബാക്കി വരുന്ന കാര്യങ്ങളും അവൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. തിരിച്ചെത്തിയപ്പോ പ്രിൻസിപ്പൾ ഇവളോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരുപാട് വാൺ ചെയ്ത് വിട്ടതാണ്, പക്ഷെ നീ ശരിയാവാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പൾ ആണെങ്കിൽ ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമായിരുന്നല്ലോ, പക്ഷെ നെവർമോറിനൊരു കുഴപ്പവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഭൂതത്തെ പോലെ ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു, നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കാൻ പോവാണെന്ന് വെനസ്ഡേയോട് നമ്മുടെ പ്രിൻസിപ്പൽ പറയാണ്. അങ്ങനെ വെനസ്ഡേക്ക് പിന്നെ തിരിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾക്ക് ഒരു തവണ സേവിയറിനെ കാണണമെന്നുണ്ടായിരുന്നു. വെനസ്ഡേ അങ്ങനെ വന്നിട്ട് ടൈലർ എന്നെ യൂസ് ചെയ്തിട്ട് നിന്നെ കുടുക്കിയതാണ്, നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോ എന്റെ ഭാവി തന്നെ നീ നശിപ്പിച്ചു കളഞ്ഞു, എനിക്ക് നിന്നെ കാണാനേ ആഗ്രഹമില്ല എന്ന് നമ്മുടെ സേവിയർ പറയാണ്. ഇവിടെ അന്നേരം റോവന്റെ അടുത്തുണ്ടായിരുന്ന ആ പിക്ചർ കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, ഇതിനൊക്കെ കാരണക്കാരി നീയാണ്, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല, നീയാണ് പ്രശ്നക്കാരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേവിയർ ആണെങ്കിൽ അവൾ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം അങ്ങനെ നമ്മുടെ വെനസ്ഡേ തിരിച്ചു പോവാനായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ എനിടാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട്, നീ എന്നെ മറന്നു പോകുവോ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ടൈലർ ആണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായല്ലോ, ഇനി അവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവനെ എതിർത്ത് നിൽക്കാം, പിന്നെ നീ എന്നെ ഒരിക്കലും മറക്കില്ലല്ലോ, നിന്നെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയാണ്. ഇത് ശരിക്കും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. പിന്നീട് നമ്മുടെ തിങ്ങിനോടും അവൾ യാത്ര പറയുന്നുണ്ട്. തിങ്ങുമായിട്ട് നമ്മുടെ എനിട് നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ വെനസ്ഡേ തിരിച്ചു പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മിസ് തോൺ അവൾക്ക് വന്നിട്ട് ഒരു ഗിഫ്റ്റ് പോലെ ഒരു ചെടി കൊടുക്കുന്നുണ്ട്. നീ നല്ലൊരു കുട്ടിയാണ്, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്നൊക്കെ പറയാണ്. അപ്പോഴാണ് യൂജീനെ കാണാൻ പോകുന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. അങ്ങനെ യൂജീന്റെ അടുത്തോട്ട് നമ്മുടെ വെനസ്ഡേ പോവാണ്. വെനസ്ഡേ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുള്ള കാര്യം അവൻ അറിയായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ പറയുന്നുണ്ട്, അന്ന് ആ ഒരു അപകടം നടന്ന സമയത്ത് ഒരു ലേഡി അതുവഴി പാസ് ചെയ്തു, അത് ഡോക്ടർ ആണെന്നാണ് ഇപ്പോഴും വെനസ്ഡേ വിചാരിക്കുന്നത്. അപ്പോഴാണ് ഒരു റെഡ് ഷൂട്ട് ആളായിരുന്നു എന്ന് ഇവൻ പറയുന്നത്, അത് മിസ് തോൺ ആയിരുന്നു. അങ്ങനെ മിസ് തോണിന്റെ അടുത്തെത്തിയ നമ്മുടെ വെനസ്ഡേ അക്കാര്യം അവരോട് ചോദിക്കുകയാണ്. ഇവരാണ് ലോറൽ ഗേറ്റ് എന്ന സത്യം ടൈലർ പറഞ്ഞു എന്ന് വെനസ്ഡേ പറയുന്നുണ്ട്. ടൈലറും അവിടേക്ക് വരികയാണ്. ഇവന്റെ അമ്മയുടെ കാര്യം പറഞ്ഞ് അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവനിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ഹൈഡിനെ പുറത്തിറക്കിയത് ഈ മിസ് തോണെന്ന ലോറൽ ഗേറ്റ് ആയിരുന്നു.
അതിന്റെ പിന്നില് ഒരു കാര്യമുണ്ട്, നിന്നിലേക്ക് എത്താൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇവർ സത്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും ടൈലറിന്റെ രൂപത്തിൽ അവിടെ വന്നത് പ്രിൻസിപ്പൽ ആയിരുന്നു. അന്നേരം പ്രിൻസിപ്പലിന്റെ ദേഹത്തേക്ക് വിഷം കുത്തിവെച്ചിട്ട് അവരവിടെ അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വെനസ്ഡേ തലയ്ക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഈ തിങ് കാണുന്നുണ്ട്. ഈ സമയത്ത് എന്നിട്ടാണെങ്കിൽ അജാസിന്റെ കൂടെ ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ യൂജിൻ അവളെ വിളിക്കുന്നത്. എന്നിട്ട് വെനസ്ഡേ അങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുകയാണ്. വെനസ്ഡേ മിസ് തോണാണിതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൾ എന്തോ അപകടത്തിലായിരിക്കും എന്ന് പറയുമ്പോൾ തിങ് ഇവിടേക്ക് വരികയും ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മുടെ എന്നിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അജാസിന്റെ കൂടെ അവർ നൈറ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് യൂജിൻ എനിക്ക് വെനസ്ഡേയെ രക്ഷിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകണം എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുകയാണ്. ഇന്ന് ബ്ലഡ് മൂൺ ആണ്. ഇന്നാണ് ഒരു കാര്യം നടക്കാനായിട്ടുള്ളത്. ഇപ്പൊ വെനസ്ഡേയെ കെട്ടിയിട്ടുകൊണ്ട് ഇപ്പൊ ടൈലറും അതുപോലെ മിസ് തോണും കൂടിയിട്ട് ഈ ക്രാക്ക് സ്റ്റോണിന്റെ ആ ബിൽഡിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് അവർക്ക് ഈ വെനസ്ഡേയുടെ സഹായത്തോടു കൂടി വേണം ഈ ക്രാക്ക് സ്റ്റോണിനെ പുനർ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഇവളുടെ ബ്ലഡ് ആവശ്യമാണ്. പിന്നെ ഈ ക്രാക്ക് സ്റ്റോണിന്റെ ബോഡി പാർട്സിനായിട്ടാണ് അവര് ഓരോരുത്തരിൽ നിന്ന് ഓരോ അവയവങ്ങൾ കട്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ലോറൽ ശരിക്ക് ക്രാക്ക് സ്റ്റോണിന്റെ വംശപരമ്പരയാണ്. അപ്പോ ഔട്ട്കാസ്റ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി ക്രാക്ക് സ്റ്റോണിനെ പുനർജീവിപ്പിക്കാനാണ് ലോറൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗുഡി അന്ന് അവന്റെ ആത്മാവിനെ പോലും ശപിച്ചാണ് അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് യൂജിൻ ഓടിപ്പോയ കാര്യം ഷെരീഫ് അറിയുന്നുണ്ട്. ഈ ബ്ലഡ് മൂണിന്റെ അന്ന് ഇവന്റെ ആത്മാവിനെ മോചിപ്പിക്കാനായിട്ട് ഗുഡിയുടെ വംശപരമ്പരയിൽപ്പെട്ട നമ്മുടെ വെനസ്ഡേയുടെ ബ്ലഡ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഈ പുള്ളിക്കാരി എന്താ ചെയ്യേണ്ടത്, അക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബ്ലഡ് മൂൺ അങ്ങനെ ഉച്ചത്തിലെത്തി നിൽക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ മന്ത്രം കൂടി ജപിച്ചതോട് കൂടിയിട്ട് നമ്മുടെ ക്രാക്ക് സ്റ്റോണിന്റെ എല്ലാ അവയവങ്ങളും ഒന്നിച്ചു ചേർന്ന് പുതിയൊരു രൂപത്തിലും ഭാവത്തിലും ക്രാക്ക് സ്റ്റോൺ അങ്ങനെ പ്രതികാരം തീർക്കാനായിട്ട് പുനർജീവിച്ചിരിക്കുകയാണ്. നമ്മുടെ വെനസ്ഡേയെ കണ്ട അപ്പൊ തന്നെ ഗുഡി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു കത്തി എടുത്തിട്ട് ഇവളെ കുത്തുന്നുണ്ട്. അതിനുശേഷം അവള് തളർന്ന് വീണ സമയത്ത് അവളെ നോക്കാതെ ആദ്യം തന്നെ പോകുന്നത് ഈ നെവർമോറിലേക്കാണ്. അവിടെയാണ് ഔട്ട്കാസ്റ്റുകൾ ഉള്ളത്. അതിന്റെ പിന്നാലെ ആയിട്ട് ഈ ലോറൽ കൂടി പോകുന്നുണ്ടായിരുന്നു. ഇവൾ അങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ എന്നിടാണെങ്കിൽ നൈറ്റ് ഷെയ്ഡിലെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ ഹാൻഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വെനസ്ഡേ അവിടെ അപകടത്തിലായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ് എന്നിടും ഹാൻഡും കൂടി അവളെ നോക്കാനായിട്ട് പോവാണ്. ബാക്കി എല്ലാവരും സ്കൂളിനെ ഒഴിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോഴായിരുന്നു ഗുഡി പിന്നെയും നമ്മുടെ വെനസ്ഡേയുടെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് നിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നിന്നെ ശുശ്രൂഷിക്കാനാവും, പക്ഷെ അതിൽ പിന്നെ നിന്നെ എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ അയാളെ നീ ഇല്ലാതാക്കുമ്പോ അയാളുടെ ഹൃദയത്തിൽ കുത്തണം എന്നൊക്കെ ഇവര് പറയാണ്. ഈ സമയത്ത് ഷെരീഫ് ആണെങ്കിൽ നമ്മുടെ സേവിയറിനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടൈലർ എവിടെയെന്ന് മനസ്സിലാവാത്തത്. ഇപ്പൊ നെവർമോർ സ്കൂളിലെ കുട്ടികളെ മുഴുവനായിട്ട് എല്ലാവരും ചേർന്ന് പുറത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിഡും നമ്മുടെ ഹാൻഡും കൂടെ ഇപ്പൊ വെനസ്ഡേയുടെ അടുത്തോട്ട് പോകുമ്പോൾ അവൾ ആദ്യമായിട്ട് ഇപ്പൊ വോൾഫ് ഔട്ട് ആയി മാറിയിരിക്കുകയാണ്. നമ്മുടെ വെനസ്ഡേ പുറത്തെത്തിയപ്പോഴാണ് ടൈലർ അവിടെ നിപ്പുണ്ടായിരുന്നു. വെനസ്ഡേയുടെ മുന്നിൽ വെച്ച് തന്നെ ടൈലർ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് വെനസ്ഡേയെ ആക്രമിക്കുമ്പോഴേക്ക് നമ്മുടെ വോൾഫ് ഔട്ട് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന എനിഡ് അവിടേക്ക് വരികയും നമ്മുടെ വെനസ്ഡേയെ രക്ഷിക്കുകയും ചെയ്യാണ്. എനിഡാണിതെന്ന് വെനസ്ഡേക്ക് മനസ്സിലായി. അവൾ അപ്പൊ തന്നെ സ്കൂളിലേക്ക് പോകുന്നു. അപ്പോഴേക്ക് ക്രാക്ക് സ്റ്റോൺ ആണെങ്കിൽ ലോറലിന്റെ കൂടെ ഇവിടേക്ക് എത്തിയിട്ട് അവന്റെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ബീറ്റ് കൊണ്ട് സ്കൂൾ എന്നെ ആകെ മുഴുവൻ കത്തി പിടിപ്പിക്കാനായി നോക്കുന്നുണ്ട്. സേവിയറിനെ രക്ഷിക്കാനായിട്ട് അപ്പോഴേക്ക് ഹാൻഡ് അവിടേക്ക് വരികയാണ്. ഈ സമയത്ത് ടൈലറിന്റെ അച്ഛനാണെങ്കിൽ അവന്റെ ഈ ഒരു ശബ്ദം കേട്ട് കാട്ടിൽ മുഴുവൻ തിരക്കുന്നുണ്ട്. എനിഡിന്റെ ആക്രമണം കൊണ്ട് ഇപ്പൊ ടൈലർ ആണെങ്കിൽ ബോധം നഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് തെറിച്ചു വീണപ്പോ അവന്റെ അച്ഛൻ അവനെ കണ്ടുപിടിക്കുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ ഇപ്പോൾ സ്കൂളിലോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ രൂപം മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വെനസ്ഡേ സ്കൂളിലോട്ട് വന്നപ്പോഴേക്ക് അവൾക്കൊരു വാളുണ്ട്. അത് ഗുഡിയുടെ വാളായിരുന്നു. അതൊക്കെ എടുത്തിട്ട് അവള് നേരെ ക്രാക്ക് സ്റ്റോണിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. എന്നാൽ ക്രാക്ക് സ്റ്റോൺ ആണെങ്കിൽ ഭയങ്കര പവർഫുൾ ആണ്. ഒരു അമ്പൊക്കെ സേവിയറിന്റെ അടുത്തേക്ക് വിടുമ്പോഴേക്ക് അത് തടുക്കാനായിട്ട് വെനസ്ഡേ ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് അങ്ങനെ കുത്തൊക്കെ ഏൽക്കുന്നുണ്ട്. ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ വാൾ ഇങ്ങേര് പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചു കളയാണ്. എന്നാൽ ഇയാളുടെ ഹാർട്ടിനിട്ട് കുത്തണം, എന്നാൽ മാത്രമാണ് ഇയാള് ഇല്ലാതാവുള്ളൂ. അത് ഇവളോട് ഗുഡി പറഞ്ഞതാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ബിയാങ്കി ആണെങ്കിൽ ഇയാളെ പിറകിൽ നിന്ന് കുത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇയാൾ ഇല്ലാതാവില്ലല്ലോ. അങ്ങനെ നമ്മുടെ വെനസ്ഡേ അവിടെ പൊട്ടിക്കിടന്നിരുന്ന അവളുടെ വാളിന്റെ കഷ്ണം എടുത്തുകൊണ്ട് ഇപ്പോ പിറകിൽ കുത്തേറ്റ് നിൽക്കുന്ന ഈ ക്രാക്ക് സ്റ്റോണിന്റെ നെഞ്ചിലിട്ട് തന്നെ പിന്നെയും കുത്തുകയാണ്. അങ്ങനെ നെഞ്ചിന് കുത്തേറ്റപ്പോ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഈവിൾ സ്പിരിറ്റ് മുഴുവനായിട്ട് പുറത്തേക്ക് വന്ന് അങ്ങനെ തന്നെ ക്രാക്ക് സ്റ്റോൺ കത്തിക്കരിഞ്ഞു പോകുന്നുണ്ട്. അയാൾ ഇല്ലാതായപ്പോ ഈ ഒരു സ്കൂൾ തന്നെ റെഡി ആവുന്നുണ്ട്. അപ്പോഴേക്ക് ലോറൽ ആണെങ്കിൽ അവിടേക്ക് വന്നിട്ട് ആരെയും ഇല്ലാതാക്കിയില്ലെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറയാണ്. അപ്പോഴേക്ക് അവിടേക്ക് വന്ന നമ്മുടെ യൂജിൻ ആ ഒരു തേനീച്ചകളെ കൊണ്ട് ലോറലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നുണ്ട്. ലോറലിന്റെ കഥ അപ്പൊ തന്നെ നമ്മുടെ വെനസ്ഡേ കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് കാട്ടിൽ നിന്ന് വരികയാണ് നമ്മുടെ എന്നിഡ്. അവളെ കണ്ടപ്പോ തന്നെ അജാസ് പോയി ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇവൾ ആദ്യം തന്നെ വന്ന് നോക്കുന്നത് വെനസ്ഡേ എവിടെയെന്നാണ്. വെനസ്ഡേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിച്ച് സ്കൂളിൽ
സ്കൂളിൽ നിന്ന് വരുന്നത് കണ്ടപ്പോ തന്നെ എന്നീട് ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ആരെയും കെട്ടിപ്പിടിക്കാത്ത നമ്മുടെ വെനസ്ഡേ ഇവളെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. അവരുടെ ശരിക്കും ഇമോഷണൽ ആയിട്ടുള്ള പാർട്ട് എന്നൊക്കെ പറയാം. ഇന്ന് തൊട്ട് സെമസ്റ്റർ എൻഡിങ് ആണ്, ഒരു വെക്കേഷൻ പോലെയാണ്. ഇവളുടെ തന്നെ കഥകള് നോവലായിട്ട് എഴുതിയിരുന്ന നമ്മുടെ വെനസ്ഡേയുടെ നോവല് ഇന്നിവിടെ എൻഡ് ചെയ്യാണ്. പക്ഷേ ഇത് ശരിക്കും എൻഡിങ് ആണോ എന്ന് ചോദിച്ചിട്ടാണ് അവള് ഈ നോവല് നിർത്തുന്നത് തന്നെ. അങ്ങനെ എല്ലാവരും വീട്ടിൽ പോകുന്ന പോലെ തന്നെ അവളും ഇന്ന് വീട്ടിൽ പോവാനായിട്ട് തുടങ്ങുകയാണ്. അതിനു മുൻപ് ഈ റൂമിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതിനുശേഷം പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കാണ് നമ്മുടെ വെനസ്ഡേ പോയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ സ്കൂൾ ശരിക്കും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന പ്രിൻസിപ്പൽ ഇന്ന് അവരുടെ കൂടെയില്ല. എന്നിട്ടും അവിടേക്ക് വന്ന് നിൽക്കുകയാണ്. അവർക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു പ്രിൻസിപ്പലിനെ. എന്നാലും അവർ ഈ ഒരു സ്കൂളിന് വേണ്ടി തന്നെയാണല്ലോ ഇല്ലാതായത്, അതൊരു സമാധാനമാണെന്നൊക്കെ പറഞ്ഞ് ഇവര് പുറത്തോട്ട് പോവാണ്. ബിയാങ്കിയോടും നമ്മുടെ വെനസ്ഡേ പോയിട്ട് ഗുഡ് ബൈ ഒക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് സേവിയറിനെ കാണുന്നത്. സേവിയറിനോട് പോയിട്ട് വെനസ്ഡേ ഉണ്ടായ കാര്യങ്ങളൊക്കെ മറക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവനാണെങ്കിൽ എനിക്കൊരു ഗിഫ്റ്റ് തരാനെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ എന്റെ നമ്പർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവള് വിളിക്കില്ല എന്നൊക്കെ അവൻ അറിയാം. ഇവരങ്ങനെ തിരിച്ചു പോവാണ്. ആ പോകുന്ന സമയത്ത് നമ്മുടെ വെനസ്ഡേയുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് നിന്നെ ഞാൻ ഇപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കുറെ ഫോട്ടോസ് ആയിരുന്നു. അപ്പൊ ഇനിയും ഇവിടെ കഥ തീരുന്നില്ല എന്നുള്ള ഒരു ചെറിയ ക്ലൂ ആണിത്. ഈ സമയത്ത് പിടിച്ചു കെട്ടി വെച്ചിരുന്ന നമ്മുടെ ടൈലർ ആണെങ്കിൽ പിന്നെയും ആ മോൺസ്റ്റർ ആയി മാറുന്നതും കൂടി കാണിച്ചിട്ടാണ് വെനസ്ഡേ എന്ന ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് സീസൺ എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിലുണ്ടായിരുന്ന മിസ്റ്ററി ക്ലിയർ ആയെങ്കിലും ഇനിയും എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് എന്നുള്ളൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ശരിക്കിപ്പോ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ ലോറൽ ഗേറ്റ്സ് തന്നെയാണ്. ലോറൽ ഗേറ്റ്സ് ആണ് നമ്മുടെ ടൈലറിനെ കൊണ്ട് ഈ പരിപാടിയൊക്കെ ചെയ്യിപ്പിച്ചിരുന്നത്. എന്നാൽ അവൾക്ക് അവസാനമായിട്ട് വന്ന ആ ഒരു മെസ്സേജിലൂടെ ഇനി ഇതിനും മാസ്റ്റർ ബ്രെയിൻ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയും വേറെന്തെങ്കിലും വരാനുണ്ടോ, ഇവൾ അറിയാതെ അല്ലെങ്കിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനിടയ്ക്കുണ്ടോ എന്നൊക്കെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നിട്ടാണ് ഈ ഒരു സീസൺ അവസാനിക്കുന്നത്. അതായത് സീസൺ 2 എന്തായാലും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഈ ഒരു എൻറ്റയർ സീസൺ തന്നെ ഭയങ്കര രസമായിട്ടുള്ളതായിരുന്നു. നമ്മൾ ശരിക്കും ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് കണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, ശരിക്കും മിസ്റ്റീരിയസ് ആയിട്ടുള്ളത്. ഹാരി പോട്ടറിന്റെ ടച്ച് ഒക്കെ ഉണ്ട്. എന്നാലും അതിനേക്കാൾ നമുക്ക് ഹാരി പോട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സിനിമ, ആ സിനിമയിൽ നമുക്ക് 1-2 ഫിലിംസ് കഴിഞ്ഞാൽ തന്നെ മൂന്നാമത്തെ ആ ഒരു ഫിലിമിന്റെ കാര്യം നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിരുന്നു നമുക്ക് തോന്നിയാട്ടോ. അത് നമ്മുടെ മാത്രം ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്കറിയില്ല. അപ്പം അങ്ങനെയായിരുന്നു. എന്നാൽ അതിലും മികച്ചു നിൽക്കുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് ആണ് ഈ വെനസ്ഡേ. അപ്പം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അതിന് പരിമിതികൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായിട്ട് ആ ഒരു വിഷ്വലും കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് കിടിലനായിട്ടുള്ള ഒരു സീരീസ് ആണ്. ഇതിലെ ഓരോ എപ്പിസോഡും 1 മണിക്കൂറിന്റെ താഴെയാണ്. 50 മിനിറ്റ് 45 മിനിറ്റ് അത്രയൊക്കെയാണ് വരുന്നത്. അപ്പൊ സീരീസ് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ വെനസ്ഡേ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, അപ്പൊ ഈ പുള്ളിക്കാരി ശരിക്കും വന്നപ്പോൾ നമ്മൾ ഭയങ്കര ഒരു റിസർവ്ഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. പിന്നെ എനിഡുമായിട്ടും ടൈലറുമായിട്ടും സേവിയറുമായിട്ടും അതുപോലെ ബിയാങ്കി ആയിട്ടൊക്കെ അടുത്തപ്പോഴത്തേനും അവളുടെ ക്യാരക്ടർ ചെറുതായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും അവളുടെ പേഴ്സണാലിറ്റി അത് അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെന്താ ഇതിലെ ഡാൻസിന്റെ കാര്യം, അത് ശരിക്കും ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഡാൻസ് ആണ്. എന്തായാലും ഒരു 2 മിനിറ്റ് ഒക്കെ ഉള്ളൂ സമയം ആ ഡാൻസിന്റെ. അപ്പൊ ജസ്റ്റ് അതുകൂടി ഒന്ന് കണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു എൻറ്റയർ സീസൺ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതുമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യൂട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് എപ്പിസോഡ് തൊട്ടിട്ടാണ്, നമ്മളിപ്പോ ലാസ്റ്റത്തെ 2 എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ടൈലർ ആണ് ഈ മോൺസ്റ്റർ എന്ന്. അതിന്റെ മുൻപ് ഏതെങ്കിലും എപ്പിസോഡിൽ ടൈലർ ആയിരിക്കാം ഈ മോൺസ്റ്റർ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് എന്തായാലും ആ ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. നമ്മൾ അത്രയും നാൾ വിചാരിച്ചിരുന്നത് സേവിയർ ആയിരിക്കാം മോൺസ്റ്റർ എന്നാണ്. അപ്പൊ ഇനി ആർക്കെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അങ്ങനെ തോന്നിയോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോർഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ്സ് ആയിട്ട് പറയാവുന്നതാണ്. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.